ടിവിയിലേക്ക് എല്ലാവരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾ കാണുകയും കേൾക്കുകയും ഷെയർ ചെയ്യുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതിന് ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ ഈ വിധത്തിലുള്ള സഹകരണം ഞങ്ങൾ കർത്താവിൽ പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവെക്കേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത് കർത്താവിന്റെ വിലയേറിയ ദാസി ജോയമ്മ എബ്രഹാം റാന്നിയിൽ നിന്നാണ്. ആ കർത്താവിന്റെ ദാസിയെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സിസ്റ്ററെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വിശേഷം കൃപയാൽ ദൈവസുഖമായിരിക്കുന്നു. ഓക്കെ, കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ റാന്നിയുടെ പ്രദേശത്താണ് അല്ലേ? റാന്നി പത്തനംതിട്ട ജില്ലയിൽ റാന്നി എടമുറി എന്ന് പറയുന്ന സ്ഥലത്ത്. എടമുറിയില്. ഓക്കെ, കർത്താവിന്റെ ദാസി ജീവിതത്തിൽ കർത്താവിന്റെ ദാസി ആരുടെയൊക്കെ കൂടാണ് താമസിക്കുന്നതെന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയാൽ. ഞാനിപ്പോൾ താമസിക്കുന്ന എന്റെ ഭർത്താവുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട് ഞങ്ങൾക്ക്. ഒരാള് മനശ, ഒരാള് എഫ്രൈം. ഒരാള് ഖത്തറിൽ ജോലി ചെയ്യുന്നു. ഇളയ മോന് ബികോം പാസ്സായിട്ട് അവനെ ബൈബിൾ കോളേജിൽ പഠിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുന്നു. കർത്താവിന്റെ ദാസൻ എബ്രഹാം വർഗീസ് എന്നാണ്. റാന്നി ഈസ്റ്റ് സെക്ഷനിൽ ഇടമുറി എന്ന് പറഞ്ഞ സ്ഥലത്ത് അസംബ്ലി സ്കൂളിന്റെ ശുശ്രൂഷകനായിരിക്കുന്നു. ദേവദാസി, കർത്താവ് ധാരാളം ആ ദേശത്ത് അനുഗ്രഹിക്കട്ടെ, കർത്താവ് ഉപയോഗിക്കട്ടെ. നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ സാക്ഷ്യങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്കൊരു മിനിറ്റ് ദൈവസ്ഥിരതയിൽ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. കർത്താവിന്റെ ദാസ്യമായ ദൈവസ്ഥിരതയിലേക്ക് അടുത്തു വരുന്ന കർത്താവേ, കഴിഞ്ഞ കാലങ്ങളില് ഞങ്ങൾ നടത്തിയ വിധങ്ങളും വഴികളും ഹല്ലേലൂയ ഒക്കെയും എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെയൊക്കെയും ദൈവസ്ഥിരതയിൽ ഷെയർ ചെയ്യുന്നതാ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി, വിടുതലായി, ആശ്വാസമായി, ആത്മീക വർധനമായി തീരുവാന് കർത്താവ് സഹായിച്ചാട്ട്. സമ്പൂർണമായ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. കർത്താവിന്റെ ദാസി ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യുന്നതാണ്. കർത്താവിന്റെ ധന്യതര നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന് സ്തോത്രം. ഈ സന്ധ്യാസമയത്ത് പ്രിയ ജോയ്സ് TV ഈ മീഡിയത്തിലേക്ക് പ്രിയ ആന്റിയാണ്. പ്രിയ ജോയ്സ് ആന്റി എന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിക്കുവാനും ദൈവത്തിന് സ്തോത്രം ഞങ്ങളുടെ സഭയിലെ ഒരു ബ്ലെസ്സി സിസ്റ്ററെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കുന്നതൊക്കെ കേൾക്കുവാനും ദൈവം സഹായിച്ചു. അന്ന് മുതലേ ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയ ആന്റിയോട്, കർത്താവിന്റെ അഭിഷിക്തരോടും അതേ കുടുംബത്തോടും, കർത്താവിന്റെ വേലയിൽ ബോംബെയിലായിരിക്കുന്നല്ലെന്ന് പറഞ്ഞല്ലോ, അവിടെ പ്രിയപ്പെട്ടവരുടെ ശുശ്രൂഷകളെ ഒക്കെ ദൈവം ആദരിക്കട്ടെ. ഇന്ന് പകൽക്കാലം സന്ധ്യയിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രിയ കർത്തൃദാസി പറഞ്ഞപ്പോൾ മുതൽ പ്രാർത്ഥിക്കും. ഒത്തിരി സാക്ഷ്യങ്ങൾ ജീവിതത്തിൽ പറയാനുണ്ട്. എന്നാൽ കർത്താവിന്റെ കൃപയല്ലാതെ ഒന്നുമില്ല. ജീവിതത്തിൽ ഒത്തിരി ശോധനകളും കഷ്ടങ്ങളും പ്രതിസന്ധികളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ അതിന്റെ നടുവിൽ കൈവിടാത്ത ഒരു കർത്താവിന്റെ വിലയേറിയ അഭിഷേകത്തിന്റെ ശക്തിയാൽ ഓരോ ദിവസവും ദൈവം ഞങ്ങളെ നടത്തി. ഏതാണ്ട് 1993 ഞാനൊരു മർത്തോമ കുടുംബത്തിൽ ജനിച്ചു വളർന്നു. ദൈവത്തിന് സ്തോത്രം. ആരാധനയോ പ്രാർത്ഥനയോ ഒക്കെ ഒരു നാമധേയ ആരാധന രീതിയിൽ മുന്നോട്ട് പോയി. എന്നാൽ എൻ്റെ പിതാവ് പള്ളിയിലെയൊക്കെ ആത്മായ ശുശ്രൂഷകനായിരുന്നു. അതുകൊണ്ടൊന്നും നമുക്കറിയാമല്ലോ, ആത്മീയ തലത്തിൻ്റെതായ ഒരു പ്രാർത്ഥന, എന്നാൽ ഒരു സന്ധ്യാപ്രാർത്ഥനയൊന്നും ഭവനത്തിലുണ്ട്. എന്നാൽ കൃപയാൽ ദൈവത്തിന് സ്തോത്രം 93 ദൈവത്തിന് സ്തോത്രം ഒരു +2 പഠനത്തിന് ശേഷം 20ാമത്തെ വയസ്സിൽ എന്നെ വിവാഹം ചെയ്തയച്ചു റാന്നി ഇടമുറി എന്ന് പറഞ്ഞ സ്ഥലത്ത്. എന്നാൽ ഭവനത്തിൽ വന്ന ഭവനം 8 മക്കളും അപ്പച്ചനും അമ്മച്ചിയുള്ള ഒരു ഭവനത്തിലാണ് ഞാൻ കടന്നു വന്നത്. ഏറ്റവും ഇളയ മകനാണ് എൻ്റെ പ്രിയപ്പെട്ടവൻ എബ്രഹാം വർഗീസ്. അദ്ദേഹത്തിന് അന്നൊരു ദൈവവിളി എല്ലാം നമുക്കറിയാമല്ലോ, ഹൃദയത്തിനുള്ളിൽ നമ്മളിൽ ഒരു ദൈവവിളി അന്നേ ഉണ്ടായിരുന്നു. ഞാൻ കുഞ്ഞിലെ പാട്ട് പാടുമ്പോൾ എൻ്റെ സഹോദരിമാരെന്നോട് കളിയാക്കും, നീ എന്തിനാ പാട്ട് പാടുമ്പോൾ കണ്ണടയ്ക്കുന്നതെന്ന്. അന്നും പാട്ട് പാടുമ്പോഴും ഞാനൊരു ധ്യാനത്തോടു കൂടി പാടത്തുള്ളായിരുന്നു. കൃപയാൽ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഉള്ളത്തിൽ ആ പകർന്ന അഭിഷേകത്തിന്റെ ശക്തിയായിരിക്കാം അന്ന് മുതലേ നമ്മളെ ഗൈഡ് ചെയ്ത് നടത്തിയത് എന്നെനിക്ക് മനസ്സിലാകുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാലേ 93 ഏതാണ്ട് ഡിസംബർ മാസം 27-ാം തീയതി ആയിരുന്നു ഞങ്ങളുടെ വിവാഹം. ദൈവത്തിന് സ്തോത്രം. വിവാഹത്തിന് ശേഷം ദൈവത്തിന് സ്തോത്രം ഏതാണ്ട്
രണ്ട് കുഞ്ഞുങ്ങളെ ദൈവം ഞങ്ങൾക്ക് തന്നു. എന്നാൽ ഒത്തിരി ശോധനകൾ, വിവാഹത്തിന് ശേഷം ഞാൻ ഒരു മഹാരോഗിയെ പോലെ ആയി തീർന്നു. ഏതാണ്ട് 2003 വിവാഹം കഴിഞ്ഞെങ്കിലും 93 വിവാഹം കഴിഞ്ഞെങ്കിലും 94 എന്നൊക്കെ പറയുമ്പം എനിക്ക് അൾസർ എന്ന് പറഞ്ഞ ഒരു രോഗം എൻ്റെ ശരീരത്തിൽ ബാധിപ്പാനിടെ. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ രാവിലെ ഭക്ഷണം കഴിക്കാതൊക്കെ പെട്ടെന്ന് കോളേജിലൊക്കെ പോകുന്നത് കൊണ്ടാണോ എന്നാന്ന് അറിയത്തില്ല, അങ്ങനെ എനിക്കൊരു എന്ത് ആഹാരം കഴിച്ചാലും ദഹിക്കത്തില്ല, അസിഡിറ്റി, വയറ്റിൽ എരിച്ചില്, അങ്ങനെയുള്ള രോഗത്താൽ ഞാൻ വളരെ ഭാരപ്പെട്ടു. അപ്പം ഞാൻ ദൈവത്തോട് ഇങ്ങനെ എൻ്റെ ഹൃദയത്തിൽ ചോദിക്കും, കർത്താവേ, എനിക്ക് എത്ര കാലം കൂടെ, ഞാൻ 20 വയസ്സല്ല ഉള്ളൂ, എനിക്ക് ഇപ്പോഴേ തന്നെ ഈ രോഗമൊക്കെ വന്ന് ഞാൻ എത്ര കാലം ജീവിച്ചിരിക്കും? എന്നാലേ അന്ന് മർത്തോമക്കാരാണെങ്കിലും ദൈവത്തിന് എൻ്റെ പ്രിയപ്പെട്ടവൻ, എൻ്റെ ഭർത്താവ് നല്ലതുപോലെ ഒത്തിരി ശോധനകൾ, കഷ്ടങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ട് അദ്ദേഹം നല്ല സമയങ്ങൾ വേർതിരിച്ച് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. എന്നാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള കാലയളവിൽ എൻ്റെ പ്രിയപ്പെട്ടവൻ ഒരു ദിവസം എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് ചികിത്സിച്ചാൽ ഭേദമല്ലാത്ത രോഗം വരാൻ പോവുകയെന്ന് ഞാൻ ദർശനം കണ്ടെന്ന്. അപ്പോൾ ദർശനം എന്തെന്നോ സ്വപ്നം എന്തെന്നോ അറിയത്തില്ലാത്ത ഒരു കാലം, എങ്കിലും കർത്താവിന്റെ കൃപ ഞാൻ അതുപോലെ അത് ഏറ്റെടുത്തു. പ്രാർത്ഥിക്കാനൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പം 93-94 കാലയളവിൽ എനിക്ക് വയറ്റിൽ ഒരു എരിച്ചിൽ വന്നിട്ട് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ കടന്നുപോയി. ഒരാഹാരവും എനിക്ക് കഴിക്കാനൊക്കത്തില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഞാൻ കടന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൻ എന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അവിടെ അവരെനിക്ക് പറഞ്ഞിരിക്കുന്നത്, എന്നെ ഒരു നല്ല ഒരു സ്കാനിങ് അവർ ചെയ്തിട്ട് അവർ പറഞ്ഞ് എൻ്റെ കുടലിന് കട്ടിയില്ല, കുടലിൽ കുരുക്കളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് പഴുത്ത തക്കാളിയും പൊടിയേരിക്കഞ്ഞി നല്ലപോലെ വെന്ത ആ കഞ്ഞി, പഴുത്ത തക്കാളി സവാളയും വെന്ത് അത് സ്പൂണിൽ കോരി കുടിക്കുക, ഇത് കൂട്ടാനായിട്ട് കഴിക്കണം. ആ നിലകളിൽ ഇങ്ങനെ കഞ്ഞിയൊക്കെ കുടിക്കുന്ന ഒരവസ്ഥ ഞാൻ അന്നൊക്കെ ഓർക്കും, കർത്താവ്, 20 വയസ്സുള്ള ഞാൻ എത്ര നാൾ ഇങ്ങനെ ഈ ആഹാരം കഴിച്ച് ജീവിക്കും? ഭൂമിയിൽ പൊടിച്ച ഒരു ആഹാരവും കഴിക്കരുത്, കടല പരിപ്പ് വർഗ്ഗങ്ങളൊന്നും ഉപയോഗിക്കല്ലേ, ഭൂമിയിൽ പൊടിച്ച ഒരു ആഹാരവും നിങ്ങൾ കഴിക്കല്ലേ, എണ്ണയിൽ വറുത്തതെടുത്തത് കഴിക്കല്ലേ, നിങ്ങളുടെ വയറ് കാലിയാകല്ലേ, എവിടെയെങ്കിലും പോയ 2 ബിസ്ക്കറ്റോ എന്തെങ്കിലും നിങ്ങൾ കരുതണം എന്നൊക്കെ ഡോക്ടർ ഒരു വലിയ ചാർട്ട് എൻ്റെ കയ്യിൽ തരുവാനിടയായി. എന്നാൽ അന്നൊക്കെയും ദൈവത്തിന് സ്തോത്രം, ഒത്തിരി മരുന്നുകൾ കഴിച്ചെങ്കിലും എനിക്കൊരു പ്രയോജനമായിട്ട് വന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവത്തിന് സ്തോത്രം ഞങ്ങൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. വിശ്വാസത്തിലേക്ക് കടന്നു വന്നു പറഞ്ഞാൽ ഞങ്ങളുടെ റാന്നിയിൽ ഒരു ഹോസ്പിറ്റൽ, പല ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ട് കാണിച്ചിട്ടും എനിക്ക് ഈ രോഗത്തിനൊരു സൗഖ്യമോ ശമനമോ ഉണ്ടാകുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ സന്നിധി, ദൈവമക്കളെ, ഞാൻ പ്രിയപ്പെട്ടവരോട് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ആ ഒരു രോഗസൗഖ്യം ഞാൻ പ്രാപിക്കുന്നത് ഞാൻ ഈ 2090 ദൈവത്തിന് സ്തോത്രം 2000 ചേർന്ന്, അത് 99 ജൂൺ മാസം 6-ാം തീയതിയാണ് ഈ വീട്ടിൽ ഒരു ആരാധന തുടങ്ങിയത്. എന്നാൽ അതിനു മുമ്പ് തന്നെ ദൈവത്തിന് സ്തോത്രം ദൈവവിളി ഉണ്ടായിരുന്നത് കൊണ്ട് ഈ രോഗത്തിന്റെ ഒരു വിടുതൽ വേണമല്ലോ എന്ന് പലപ്പോഴും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ടവൻ എന്നോട് പറഞ്ഞു, ഇതിന് പ്രാർത്ഥിച്ച് മാത്രം മാറത്തേ ഉള്ളൂ, നിന്റെ രോഗം അല്ലാതെ ഒരു ഡോക്ടറെ കൊണ്ട് മാറാൻ ഒക്കുന്നതല്ല, അങ്ങനെ പറയാനിടയെ. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾ ഒരു വിശുദ്ധ ആരാധനയിലേക്ക് കടന്നു പോകാനിടയായി. എൻ്റെ ഭർത്താവ് പള്ളിയിൽ ഒരു ആത്മാ ശുശ്രൂഷകനാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആരാധന, ആ പള്ളി വിട്ടു പോകുന്ന കാര്യം പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ്. അനേകരും അങ്ങനെ പറയുമ്പോൾ, സുവിശേഷം പറയുമ്പോൾ പലരും ദൈവദാസന്മാർ ആലോചനകൾ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസത്തിലേക്ക്, പെന്തക്കോസ്ത് ആരാധനയിലേക്ക് നിങ്ങൾ കടന്നുപോയി ദൈവത്തെ ആരാധിക്കണം, നിങ്ങൾ കർത്താവിന്റെ വിളിയുള്ളവരാണ്, ശുശ്രൂഷക്കാരാണ്. എന്നാൽ ഈ രോഗത്തിന്റെ കാര്യമൊക്കെ പലപ്പോഴും പറയുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ട എന്നോട് പറയും, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം ഇതിനകത്തൊരു വിടുതൽ തന്നെങ്കിലേ നമുക്ക് ഒക്കുള്ളൂ. ഇത്രയും ചെറുപ്രായത്തിലെ ദൈവത്തിന് സ്തോത്രം, കൃപയാൽ ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ഞാൻ 93 വിവാഹം നടന്നത്. 96 സമയങ്ങളിൽ ദൈവത്തിന് സ്തോത്രം കർത്താവിന്റെ സന്നിധിയിൽ വിശ്വാസത്തിലേക്ക് വരുവാനുള്ള മുഖാന്തരങ്ങളൊക്കെ ഒരുക്കി. ഈ രോഗത്തിന്റെ കാഠിന്യതകളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും എനിക്കൊരു പ്രാർത്ഥന അന്നുമില്ല, ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവസന്നിധിയിൽ ഞാൻ ശക്തമേറിയ ഈ വേദനയോടെ ഇരിക്കുമ്പോൾ ഈ അഭിഷേകം പ്രാപിപ്പാനായിട്ട് ഇടയായി. വിശ്വാസത്തിലേക്ക് വന്നു. അടുത്ത ദിവസങ്ങളിൽ ഈ വീട്ടിൽ വെച്ച് ദൈവത്തിന് സ്തോത്രം എൻ്റെ വീട്ടിൽ വെച്ച് ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചു. ഉപവാസ പ്രാർത്ഥന വെച്ചതെന്ന് പറഞ്ഞാൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥന. ആദ്യത്തെ 2 ദിവസങ്ങളിൽ പ്രാർത്ഥന നടന്നു. 3-ാമത്തെ ദിവസം ഞാൻ അഭിഷേകം പ്രാപിപ്പാനായിട്ട് ഇടയായി. അഭിഷേകം പ്രാപിക്കുക എൻ്റെ ഈ രോഗത്തിന് ഒരു പൂർണ്ണ സൗഖ്യം എൻ്റെ ജീവിതത്തിൽ തരുവാൻ ദൈവം ഇടയാക്കി. കർത്താവ് ഒരു അത്ഭുത ക്രിയ എൻ്റെ ജീവിതത്തിൽ ചെയ്ത് രോഗസൗഖ്യം എന്ന് പറഞ്ഞ് ഞാൻ അനുഭവിച്ചറിഞ്ഞു. എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് വരുമ്പോൾ നിങ്ങളോട് പറയാം, എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒത്തിരി രോഗസൗഖ്യമുണ്ട്, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഈ 21 ദിവസം ഈ ദിവസങ്ങളിലെല്ലാം ഈ ഡോക്ടർമാർ എന്നോട് പറഞ്ഞു, ഒരു 10 മിനിറ്റ് സമയം പോലും നിങ്ങളുടെ
വയറ് കാലിയാകലെന്ന് പറഞ്ഞ സ്ഥാനത്ത് 21 ദിവസം ഫുൾ ഫാസ്റ്റിംഗ് എടുത്തു ആരാധിപ്പാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ എൻ്റെ ജീവിതത്തിൽ അഭിഷേകം പ്രാപിച്ചതോടുകൂടി ഈ രോഗത്തിന്റെ ശക്തി പൂർണ്ണമായി മാറുകയും അഭിഷേകത്തിൽ നിന്ന് നിറവ് ദൈവത്തെ ആരാധിപ്പാൻ തുടങ്ങിയ പിന്നെ ഞാൻ മറ്റ് എല്ലാ ആഹാരങ്ങളും കഴിക്കും. എല്ലാ ആഹാരവും എൻ്റെ ശരീരത്തിൽ ദഹിക്കുകയും ചെയ്യും. ഇന്ന് 49-50 വയസ്സായി. ദൈവകൃപയാൽ ഇന്നും ദൈവം അത്ഭുതകരമായി നടത്തുന്നു. ദൈവത്തിന് സ്തോത്രം. അതെൻ്റെ ജീവിതത്തിലെ പ്രാരംഭ വിടുതലാണ്. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം 2003 എൻ്റെ പിതാവ് ദൈവത്തിന് സ്തോത്ര സ്നാനത്തിലേക്ക് കടന്നു വരുന്നത്. ഞങ്ങളുടെ വീട്ടില് 8 മക്കളുണ്ടെങ്കിലും ഞങ്ങൾ മാത്രമേ വിശ്വാസത്തിൽ കടന്നു വന്നുള്ളൂ. ഒരു പെങ്ങൾ വിശ്വാസത്തിൽ വന്നു. എന്നാൽ ദൈവത്തിന് സ്തോത്രം ഏറ്റവും ഇളയതാണ് ഇവിടുത്തെ പാസ്റ്റർ. എന്നാൽ കർത്താവിന്റെ സന്നിധി ഞങ്ങൾക്ക് വിശ്വാസത്തിലേക്ക് വരുന്നതിന് വലിയ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും പിതാവ് ഞങ്ങളോട് വളരെ ആത്മീയനായ ഒരു പിതാവാണ് ഞങ്ങളുടെ പിതാവ്. വളരെ പ്രാർത്ഥനയും വളരെ ദൈവവചനം ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്ന മർത്തോമയിലാണെങ്കിലും നല്ലൊരു ഭക്തനായ മനുഷ്യനായിരുന്നു. എന്നാൽ കർത്താവിന്റെ സന്നിധിയില് പ്രിയ പിതാവ് ദൈവത്തിന് സ്തോത്രം ഒരിക്കലും സ്നാനത്തിലേക്ക് നയിക്കത്തില്ല. അങ്ങനെ ഭാരപ്പെട്ട് ഞങ്ങളോട് ഒരു ദൈവപ്രത്യം ഞങ്ങളിവിടെ 99 ജൂൺ മാസം 6-ാം തീയതി എടമുറി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ വീട്ടിൽ ഒരു റൂമിൽ ഞങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിന്റെ അപ്പന്റെ ബാലിന്റെ ബലിപീഠം മേടിച്ച് അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളഞ്ഞ് ദുർഗത്തിന്മേൽ യാഗപീഠം പണിയാൻ. അപ്പൊ എന്തുവാന്ന് പോലും അറിയത്തില്ല. മാർത്താമ്മയുടെ മണം മാറാത്ത ഞങ്ങൾ എങ്ങനെയാ പെന്തക്കോസ്ത് ആരാധന ആരംഭിക്കുന്നത്? എന്നാൽ ദൈവത്തിന് സ്തോത്രം. ഇതിനിടയ്ക്ക് വെച്ച് ദൈവത്തിന് സ്തോത്രം ഇങ്ങനെ പലപ്പോഴും ദൈവദാസന്മാർ വന്ന് ഞങ്ങളോട് സംസാരിക്കുമായിരുന്നു. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ നടന്നു. ആരാധന സമയത്ത് ഞങ്ങളുടെ പിതാവ് ആരാധന സമയത്ത് പള്ളിയിൽ 8:30 ആരാധന തുടങ്ങുമ്പോൾ വീട്ടിൽ 10 മണിക്ക് വിശുദ്ധ ആരാധന പെന്തക്കോസ്ത് ആരാധനയാണല്ലോ. അത് 12-1 മണി വരെ നമ്മുടെ വീടുകളിൽ സഭായോഗം നടക്കുന്ന പോലെ നടക്കും. ഞങ്ങളുടെ പിതാവ് 8:30 പള്ളിയിൽ പോയി 10:30 വീടിന്റെ റൂമിൽ കസേരയിട്ട് വന്ന് ഞങ്ങളുടെ ഈ ആരാധന ശ്രദ്ധിക്കും. എന്നാലും ഞങ്ങളുടെ അപ്പച്ചൻ സ്നാനപ്പെടത്തില്ല. എന്നാൽ ഒരു രാത്രി ഞങ്ങളുടെ പിതാവിനോട് ഒരു ദൈവപ്രത്യം വന്ന് ഞങ്ങളോട് ദൈവാലയം അന്ന് ഞങ്ങളുടെ വീട്ടിൽ ആരാധന നടക്കുന്ന സമയത്ത് ഒരു ദൈവത്തിന്റെ അഭിഷിക്തൻ ഒരു കുടുംബം ഞങ്ങൾക്ക് ഇവിടെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ആ ദൈവപ്രത്യൻ ദൈവത്തിന് സ്തോത്രം വിശ്വാസത്തിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ ആ ഭവനത്തില് അവർക്കൊരു വിടുതൽ ലഭിച്ചതിന്റെ പേരിൽ ഞങ്ങൾ ആ ഭവനത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ ഒരു കുഞ്ഞിന് രോഗസൗഖ്യം പ്രാപിച്ചു. അപ്പൊ അവരെവിടെ ആരാധനയ്ക്ക് പോകണമെന്ന് അറിയത്തില്ലാത്തൊരു സാഹചര്യത്തിൽ അവര് ദൈവത്തിന് സ്തോത്രം ഈ വീട്ടിലേക്ക് ആരാധനയ്ക്ക് വന്നു. അപ്പൊ ഞങ്ങളുടെ വീട്ടില് ഈ കുടുംബത്തെ കൂടെ വെച്ച് ആരാധന നടക്കുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഞങ്ങളുടെ സഹോദരന്മാർ ചിലർ വിശ്വാസത്തിലേക്ക് ഒരു സഹോദരൻ കടന്നു വന്നു. വലിയ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്ന സഹോദരൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അതിനുശേഷം ദൈവത്തിന് സ്തോത്രം ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കുടുംബം വിശ്വാസത്തിൽ വന്ന കുടുംബം ഇവിടുന്ന് സ്ഥലം മാറിപ്പോകേണ്ട ഒരു അവസ്ഥ വന്നു. ഞങ്ങൾ മാത്രമായി. അന്നേരം ദൈവസന്നിധി ഭാരപ്പെടാൻ തുടങ്ങി. കർത്താവെ, സഭായോഗത്തിന് ആരുമില്ലല്ലോ, വിശുദ്ധ കർത്തൃമേശ എടുക്കുമ്പോൾ ചുമ്മനം ചെയ്യുവാൻ ആരുമില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഒരു ദൈവവൃത്യം വന്ന് ഞങ്ങളോട് ദൈവാലോചന പറഞ്ഞു, ഇനി നിങ്ങളുടെ പിതാവ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനെ വിശുദ്ധി ആരാധിപ്പാൻ വേണ്ടി ദൈവസന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്നു. അതിന് നിങ്ങൾ 10-14 ദിവസം വേർതിരിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അന്ന് വിശ്വാസത്തിൽ വന്ന നമ്മുടെ ആ തീഷ്ണതയിൽ എന്നും ഉപവാസവും പ്രാർത്ഥനയും വേലയും ശുശ്രൂഷകളും ഒക്കെ ആയതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പം ഉപവസിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങളുടെ പിതാവ് എന്ത് ചെയ്താൽ സ്നാനപ്പെടുത്തൽ നല്ല ഭക്തനായ മനുഷ്യനാ. എന്നാൽ സ്നാനത്തിന് ഇത്രയും സത്യമുണ്ടോ എന്ന് ഞങ്ങൾക്ക് വാസ്തവമായി മനസ്സിലാക്കുവാനുള്ളൊരു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്തൊരു ദർശനം കാരണമായി 2003 ഞങ്ങളുടെ പിതാവ് വിദ്യത പ്രവേശിച്ചു. 2001 ഒക്ടോബർ മാസത്തിൽ ഞങ്ങൾ 14 ദിവസം ഉപവസിക്കുകയാണ്. 10ാമത്തെ ഉപവാസത്തിന്റെ രാത്രി ഞങ്ങളുടെ പിതാവ് കിടന്നുറങ്ങിയപ്പോൾ ഞങ്ങളുടെ അപ്പച്ചൻ സ്വപ്നം കാണുകയാണ്. കർത്താവ് വരിക, വടക്ക് ഭയങ്കര, നമ്മൾ കേട്ടിട്ടുണ്ട്, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിച്ചു കേട്ടിട്ടുള്ളൂ. കാഹള ശബ്ദം എന്തുവാന്ന് നമ്മൾ ഇന്നുവരെ കേട്ടിട്ടില്ല. എന്നാൽ ദൈവത്തിന് ഞങ്ങളുടെ പിതാവ് കേട്ടത് 1 കോടി ജനം ദൈവത്തിന് ഹല്ലേലൂയ എന്ന് ആർപ്പിട്ടാൽ എത്രയോ ശബ്ദമുണ്ടോ അത്രയും ശബ്ദമാ കാഹളനാദമായി ഞങ്ങളുടെ പിതാവ് കേൾക്കുന്നത്. വടക്ക് നിന്ന് ഒരു കാഹളം ധ്വനിക്കുക, കോടി ജനം ഹല്ലേലൂയ പറയുന്ന ആരവത്തോട് കടന്നു വന്ന് ഞങ്ങളുടെ വീടിന്മേൽ അടിച്ചപ്പോൾ ഞങ്ങളെല്ലാം നിത്യത അല്ലെങ്കിൽ എടുക്കപ്പെട്ടു. ഞങ്ങളുടെ പിതാവ് മാത്രം ഇരുട്ടിൽ തന്നെ കിടന്നു എന്ന് പറഞ്ഞ ആ കിടക്കുന്ന മുറിയില് ഞങ്ങളുടെ പിതാവ് മാത്രം എടുക്കപ്പെട്ടില്ല. അപ്പൊ ചോദിച്ചു, കർത്താവേ, ഞാൻ പള്ളി പണിതു, ഈ ദേശത്തെ പള്ളി പണിയാൻ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ പിതാവാണ് മുന്നിൽ നിന്നത്. അത് പള്ളി പണിതു, എനിക്ക് കല്ലറയും പണിതിട്ടു, എൻ്റെ അമ്മച്ചി അവിടെ അടക്കുകയും ചെയ്തു മാർത്തോമ പള്ളിയിൽ. അന്നേരം ഞങ്ങളുടെ പിതാവ് പറഞ്ഞു, അന്നേരം സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുക, എൻ്റെ പിതാവ് ഇങ്ങനെ, നീ സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് നിന്റെ തലമുറയോട് ചേർന്ന് ആരാധിക്കാതെ എനിക്ക് നിന്നെ എടുത്തുകൊള്ളപ്പെടാൻ കഴിയത്തില്ല എന്ന് ഞങ്ങളുടെ പിതാവിനോട് പറഞ്ഞു. ഞങ്ങളുടെ പിതാവ് വളരെ ഭാരപ്പെട്ട് രാത്രി ഉണർന്നു. ഞങ്ങൾ ഇന്ന് സ്നാനപ്പെടണം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പിതാവ് ഞങ്ങളെ ഒരിക്കലും സ്നാനപ്പെടത്തില്ലെന്ന് പറയുമായിരുന്നു. എന്നാൽ ഈ സ്വപ്നം
സ്വപ്നത്തിന്റെ പേര് ഞങ്ങളുടെ പിതാവ് മാത്രം എടുക്കപ്പെട്ടില്ല, കർത്താവ് വന്നു, കാഹളം ധ്വനിച്ചു, ജനം എടുക്കപ്പെട്ടു, ഞങ്ങളുടെ പിതാവ് മാത്രം എടുക്കപ്പെട്ടില്ല. സ്വപ്നം കണ്ടു. പിറ്റേന്ന് നേരം പ്രഭാതത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവനെ വിളിച്ചത് പറയാൻ ഒരു നാണക്കേട് പോലെ. എന്ന് പറഞ്ഞാൽ എന്നും ഞങ്ങൾ പറയും, കുഞ്ഞു പോലും ഞങ്ങളുടെ 5 വയസ്സുള്ള മോൻ വരെയും പറയും, അപ്പച്ച സ്നാനപ്പെട്ട് ഞങ്ങളോട് ദൈവത്തെ ആരാധിക്കണം. എന്നാൽ ദൈവത്തെ ഞങ്ങളുടെ പിതാവ് അതിനുശേഷം ദൈവത്തിന് സ്തോത്രം ജ്യേഷ്ഠനെ വിളിച്ച്, ജ്യേഷ്ഠനും വിശ്വാസത്തില, ഒത്തിരി എതിർപ്പോട് നടുവിൽ നിന്ന ജ്യേഷ്ഠനും വിശ്വാസത്തിൽ വന്ന ആ ജ്യേഷ്ഠനെ വിളിച്ച് പറഞ്ഞു, എടാ എനിക്കൊന്ന് സ്നാനപ്പെടണം, ഞാൻ കഴിഞ്ഞ രാത്രി ഇങ്ങനെ ഒരു ദർശനം കണ്ടു. അങ്ങനെ ഞങ്ങളുടെ പിതാവ് 2001 ഒക്ടോബർ മാസത്തിൽ ഞങ്ങളുടെ പിതാവ് സ്നാനപ്പെട്ട് ദൈവത്തെ 15 മാസം ദൈവത്തെ ആരാധിച്ച് നിത്യതയെ പ്രവേശിച്ചു. ഈ 15 മാസം കൊണ്ട് ഞങ്ങളുടെ പിതാവ് സ്നാനം ഒരു സത്യമാണെന്ന് അനേകരോട് വിളിച്ചു പറയുവാനായിട്ട് ഇടയായി. ഇതിനിടയ്ക്ക് വെച്ച് ദൈവം ഒത്തിരി രോഗസൗഖ്യം എൻ്റെ ജീവിതത്തിൽ തന്നു. 2010 ദൈവത്തിന് സ്തോത്രം, ഇളയ മോനെ 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, മൂത്ത മോനെ അന്ന് ദൈവത്തിന് +2 പഠിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പ്രഭാതത്തിൽ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ എൻ്റെ വലത്തെ കണ്ണ് കാണത്തില്ല. ഞാനിങ്ങനെ ഭാരപ്പെട്ട്, കർത്താവേ എൻ്റെ വലതുവശം ഞാനിങ്ങനെ നോക്കിയിട്ട് എൻ്റെ കണ്ണിന് കാഴ്ചയില്ല, എന്ത് സംഭവിച്ചെന്നറിയത്തില്ല. തലേന്ന് വരെ കണ്ണിന് ഒരു കുഴപ്പവുമില്ലായിരുന്നു. കണ്ണിൻ്റെ പോളയ്ക്ക് തൊട്ടാൽ ഒരു വേദന തോന്നും. കണ്ണിൽ എന്ത് നോക്കിയാലും ആ കണ്ണുകൊണ്ട് കാണത്തില്ല. ഇടത്തെ കണ്ണ് അടച്ചു വെച്ചിട്ട് വലത്തു കണ്ണ് നോക്കി വായിക്കാൻ അറിയത്തില്ല, വായിക്കാൻ ഒന്നും കാണത്തില്ല. അങ്ങനെ ഞാൻ മുളമൂട്ടിൽ എന്ന് പറയുന്ന ഹോസ്പിറ്റലിലെ കോഴഞ്ചേരി കടന്നുപോയി. വളരെ ദൈവത്തിന് സ്തോത്രം ഭാരപ്പെട്ടു. ഒരു കണ്ണിന് കാഴ്ച പെട്ടെന്ന് ഇങ്ങനെ നഷ്ടപ്പെടാൻ കാരണമെന്തെന്ന് ഡോക്ടർമാർ പല ടെസ്റ്റുകളും ചെയ്തു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ദൈവമക്കളെ, എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തൊരു മഹാത്ഭുതം എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് 3000-ലധികം രൂപ ഹോസ്പിറ്റലിലായി. പിറ്റേന്ന് പറഞ്ഞു, വെള്ളം പോലും കുടിക്കാതെ ഒരു ടെസ്റ്റ് കൂടെ ചെയ്യണം, നിങ്ങൾ കടന്നു വരണമെന്ന് പറഞ്ഞു. പിറ്റേന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ രണ്ടും കൂടെ കടന്നുപോയി. ആ കണ്ണിൻ്റെ എല്ലാ ടെസ്റ്റുകളും നടത്തിയിട്ട് ഡോക്ടർമാർ കൈ മലർത്തി, കണ്ണിന്റെ കൃഷ്ണമണിക്ക് നിങ്ങൾക്ക് ഹോളുകൾ വീഴുകയാണ്, ലേസർ ചെയ്യുക. അന്ന് 75,000 രൂപയെങ്കിലും വേണം ലേസർ ചെയ്യണമെങ്കിൽ. ഞങ്ങളുടെ കയ്യിൽ 75 രൂപ പോലും എടുക്കാനില്ലാത്തൊരു കാലം. ദൈവത്തിന് സ്തോത്രം. 2010 സംഭവമാ. പരിശുദ്ധാത്മാവ്, അതെ, ഞാൻ അവിടുന്ന് ഒരു ഡ്രോപ്സ് മരുന്ന് 153 10 തുള്ളി മരുന്ന് ആകെ ആ കുപ്പി കാണത്തുള്ളൂ. അത് അങ്ങനെ തന്നു, ഒത്തിരി ഗുളികകളും തന്നു വിട്ടിട്ട് പോയി. ഇത് കഴിക്കെ ഒന്നിയിൽ നിങ്ങൾക്ക് ഇതിന് അല്പകാലം വല്ലതും കാഴ്ച കാണും, അല്ലെങ്കിൽ ഇത് ഒന്നിയിലെ പൈലറ്റ് മാർക്കോ അല്ലെങ്കിൽ ടെൻഷൻ കൂടുതലുണ്ടായി വരുന്നവർക്കോ ഉണ്ടാകുന്ന കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു രോഗമാണ് എന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഞാൻ ആ കണ്ണിൽ ഒഴിക്കുന്ന മരുന്നും ഗുളികയും കൊണ്ട് ഇവിടെ വന്നിട്ട് 3 ദിവസം ദൈവസനെ ഉപവസിച്ച് പ്രാർത്ഥിപ്പാനിടയായി. ഒരു രാത്രി മീറ്റിങ്ങില്, കോട്ടേജ് മീറ്റിങ്ങില് ദൈവത്തിന് സ്തോത്രം, ദൈവപ്രത്യം ശുശ്രൂഷിച്ചപ്പം പറഞ്ഞു, പുതിയ എണ്ണ എന്നെ തേൽപ്പിക്കുന്നു എന്ന് തിരുവചനം. ഞാൻ അതുപോലെ അതങ്ങ് ഏറ്റെടുത്തു. കർത്താവെ, പുതിയ എണ്ണ എന്നെ തേൽപ്പിക്കണം, ഒരു അഭിഷേകത്തിന്റെ ശക്തിയാണോ എനിക്കത് ഇന്ന് രാത്രി തന്നിട്ട് എൻ്റെ കണ്ണിന് കാഴ്ച തരണം. ദൈവമക്കളെ, എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ വിടുതൽ എനിക്ക് തരുവാൻ തക്കവണ്ണം സ്വർഗ്ഗം ഇടയാക്കി. അതിനുശേഷം ഞാൻ ഈ 44 വയസ്സായപ്പം വെള്ളെഴുത്തിന്റെ കണ്ണാടി വെക്കാൻ വേണ്ടി ഡോക്ടറെ അടുക്ക പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം, ഇടത്തെ കണ്ണിനേക്കാൾ കാഴ്ച നിങ്ങളുടെ വലത്തെ കണ്ണിനുണ്ട്, വലത്തെ കണ്ണിന്റെ കാഴ്ചയാണ് നഷ്ടപ്പെട്ടത്. ഡോക്ടറോട് ഞാൻ ഇതൊന്നും പറയാതെ തന്നെ ഡോക്ടർ പറയാ, ഇടത്തെ കണ്ണിനേക്കാൾ കാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ വലത്തെ കണ്ണിനാണെന്ന്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ രോഗസൗഖ്യം എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു. എൻ്റെ കൈയുടെ പൊത്തേക്ക് ഭയങ്കര ഒരു മഴയുണ്ടായിരുന്നു. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്രം, ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവെ, ഈ മഴ എനിക്ക് തുണി പിഴിയാനൊക്കത്തില്ല, എന്താണെന്ന് എനിക്കറിയത്തില്ല. കൈയുടെ പൊത്തേക്ക് ഭയങ്കര ഒരു മഴ. ഇവിടുത്തെ സഹോദരങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ പറയും, ജോയമേൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണം. എന്നാൽ ദൈവത്തിന് സ്തോത്രം, പലപ്പോഴും ഞാൻ ദൈവത്തോട് 148 സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വചനമുണ്ടല്ലോ, അവൻ തന്റെ വചനമയച്ച് അവയെ ഉരുക്കുന്നു എന്ന് ഞാൻ ഇങ്ങനെ പറയും, കർത്താവെ, നിന്റെ വചനമയച്ച് ഈ മഴ ഉരുക്കണം എന്ന് ദൈവത്തോട് പലപ്പോഴും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പറയും. കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു ദിവസം ഇവിടുത്തെ പെങ്ങട മോനെ എന്നോട് വന്ന് ചോദിച്ചു, ജോയമേൻ്റെ കയ്യിലെ മഴയുണ്ട്. അപ്പോഴാണ് ഞാൻ നോക്കുന്നത്, കർത്താവെ, ഈ മഴ എന്നാ മാറിയെന്നറിയത്തില്ല, വചനമായി ചുരുക്കുമോ, വചനമായി ചുരുക്കുക തന്നെ ചെയ്യും. കർത്താവിന്റെ സന്നിധിയിൽ ദൈവം ചെയ്ത ഒരു അത്ഭുത വിടുതലാണ്. പരിശുദ്ധാത്മാവ് മഹാ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാകിയാൽ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ അനുഭവിപ്പാൻ തക്കോണം സ്വർഗത്തിൽ ഇവിടെയായി. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ബിംബിഷ്ടം വന്ന് നാളുകൾ ദൈവസന്നിധി ഹോസ്പിറ്റലിലൊക്കെ പോയി എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതലുമില്ല. എന്നാൽ ദൈവസന്നിധി പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി എൻ്റെ ശരീരത്തിൽ മേലിറങ്ങി അത്ഭുതകരമായി ബിംബിഷ്ടത്തിന് വിടുതൽ എനിക്ക് ദൈവം തന്നു. കർത്താവ് അങ്ങനെ അത്ഭുതകരമായി നടത്തി 2 കുഞ്ഞുങ്ങളെ ദൈവം ഞങ്ങൾക്ക് തന്നു. ദൈവത്തിന് സ്തോത്രം. അവരുടെ പേരുകൾ പോലും സകല കഷ്ടതകളും എൻ്റെ പിതൃഭവനും എന്നെ മറക്കുമാറൊക്കെ ആദിജാതന് മനസ്സെന്ന് പേരെണ്ണോന്ന് ദൈവാത്മാവ്
പറഞ്ഞതിന്റെ പേരിലാണ് അങ്ങനെ പേരിട്ടത്. കൊച്ചവരെ അവന്റെ സങ്കടദേശത്ത് എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് യോസഫ് തന്റെ ഇളയ മകന് അതെ എഫ്രൈം എന്ന് പേരിട്ടു. ജെഫ്രി എന്നും ജെഫിനെന്നും ഒക്കെ വീട്ടിൽ വിളിക്കും. കർത്താവിന്റെ കൃപയാൽ ആ രണ്ട് കുഞ്ഞുങ്ങളും ദൈവം നടത്തി. ഒത്തിരി ശൂന്യതകളും ഒത്തിരി പ്രതികൂലങ്ങളും ദൈവത്തിന് സ്തോത്രം ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ കർത്താവ് അതിന്റെ നടുവിലൊക്കെ വിശ്വസ്തനായി കൂടെ ഇരുന്ന് ദൈവം പറഞ്ഞു, ആരോടും ഒരു ദാരിദ്ര്യം പറയരുത്. വിളിച്ച കാലത്ത് ഇറങ്ങിയ കാലത്തൊക്കെ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ദൈവം തന്റെ അഭിഷേകത്തിനോട് സംസാരിച്ചതാ, നിന്റെ ദാരിദ്ര്യം ആരോടും പറയരുത്, വിശ്വാസത്താൽ ജീവിക്കണം. ബൈബിൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ദൈവത്തിന് സ്തോത്രം തിങ്കളാഴ്ച രാവിലെ 5 രൂപയോ 10 രൂപയോ എടുത്ത് പോക്കറ്റ് ഇട്ട് പോകുമ്പോൾ 5 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പോക്കറ്റിൽ 5 രൂപയോ 10 രൂപയോ കാണും. എന്ന് പറഞ്ഞാൽ ബസ്സിൽ കയറുമ്പം ആരെങ്കിലും ദൈവദാസന്മാർ കാണും, അല്ലെങ്കിൽ ആരെങ്കിലും വിശ്വാസികൾ കാണും. നമ്മൾക്കറിയാത്തൊരു അന്ന് മർത്തോമക്കാരനായിട്ട് 6 മാസം ബെന്തക്കോസ് ബൈബിൾ കോളേജ് റാന്നി പഠിച്ചു. എന്നാൽ അതിനുശേഷമാണ് വിശ്വാസത്തിലേക്ക് കടന്നു പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, എൻ്റെ പ്രിയപ്പെട്ടവൻ എന്ത് ചെയ്ത വിശ്വാസത്തിൽ വരത്തില്ല. അങ്ങനെ ദൈവം ഒരു ശോധനയല്ല, ദൈവവചനത്തിൽ കൂടെ തന്നെ സംസാരിപ്പാൻ, എൻ്റെ ആത്മാവ് നിന്നോട് സദാകാലവും ബാധിക്കത്തില്ല എന്ന് പരിശുദ്ധാത്മാവ് മഹാപുരോഹിതൻ പാളയത്തിന് പുറത്തു വെച്ച് അതേ യാഗപീഠത്തിന്റെ ഉടൽ പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയുന്നു. ആകയാൽ ചുമന്നുകൊണ്ട് പാളയത്തിന് അപ്പുറത്ത് ചെല്ലുക. അപ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങയുടെ ഭൃത്യനോട് സംസാരിപ്പാനിടയായി. ദൈവമേ, മഹാപുരോഹിതൻ കർത്താവായ യേശു ക്രിസ്തു ആണല്ലോ. അങ്ങനെയാണെങ്കിൽ പഴയ നിയമ പുരോഹിതനില്ല. പഴയ നിയമത്തിൽ പുരോഹിതൻ ഇന്നൊരുങ്ങണമെങ്കിൽ 5 കോടി രൂപയെങ്കിലും വേണം. മാർപ്പതക്കം ഏഫോദം നമ്മൾ തിരുവചനത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കും. അങ്ങനെ ആ സത്യം മനസ്സിലാക്കി ഞങ്ങൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ശേഷം ഒത്തിരി പ്രതിസന്ധികൾ കൂടെ അനുഭവിച്ചിട്ടുണ്ട്, ഒത്തിരി നിന്ന അനുഭവിച്ചിട്ടുണ്ട്, ഒത്തിരി പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ നിർണായകമായ ഒരു സാക്ഷ്യം ജീവിതത്തിലുണ്ട്. 2017 എന്ന് പറയുന്നത് ജീവിതത്തിൽ ദൈവത്തിന് 2 വയസ്സുള്ളപ്പോൾ കൊച്ചു കുഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ കൊച്ചുമോനോട് ഇങ്ങനെ പറഞ്ഞു, ഈ കുഞ്ഞിന്റെ 18ാം വയസ്സിൽ മരണകരമായ ഒരു അനർത്ഥം അവന്റെ ജീവിതത്തിൽ വരും എന്ന് പറഞ്ഞു. പക്ഷെ മരിക്കും. എന്നാൽ 18 വയസ്സാകുമ്പോൾ ഇവൻ എല്ലാ വാഹനങ്ങളും ഓടിക്കും. 18 വയസ്സാകുമ്പോൾ ഇവനൊരു രോഗം വരും. ഒന്നിൽ ആക്സിഡന്റ് ആകാം, അല്ലെങ്കിൽ രോഗമാകാം. ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് നിങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചോളണമെന്ന് 2 വയസ്സുള്ളപ്പോൾ ഈ കുഞ്ഞിനെ നിലത്ത് കിടത്തി പ്രാർത്ഥനയിലിരിക്കുമ്പോൾ ഒരു അഭിഷിക്തൻ ഞങ്ങളോട് ആലോചന പറയാനിടയായി. കർത്താവിന്റെ സന്നിധിയിൽ എന്നും പ്രാർത്ഥിക്കും, കർത്താവെ ഈ കുഞ്ഞിനെ ദൈവം ഞങ്ങൾക്ക് തന്നതാ, ഒരിക്കലും അവന്റെ ജീവിതത്തിൽ ഒരു അനർത്ഥവും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ 2017 ദൈവത്തിന് സ്തോത്രം ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ ഒരു ദിവസം വയറുവേദന എന്ന് പറഞ്ഞ് പല ഗ്യാസാന്നും അങ്ങനെയുള്ള രോഗങ്ങളാണെന്നും പറഞ്ഞ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്ന പോലെ ഏതാണ്ടൊക്കെ മരുന്നുകൾ കൊടുത്തു. എന്നാൽ കുഞ്ഞിന് എന്ത് ചെയ്താ കുറയുന്നില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം അപ്പൻഡിക്സ് പൊട്ടിയതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒരു വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് കുഞ്ഞങ്ങ് കടന്നുപോയി. അപ്പൻഡിക്സ് പൊട്ടിയത് നമുക്കറിയാം. അഴുക്കുകൾ മുഴുവൻ വയറ്റിലായിട്ട് ഇൻഫെക്ഷനായി മാറി. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തിന് സ്തോത്രം അത്ഭുതകരമായി ഞങ്ങളുടെ തലമുറയെ ദൈവം വിടിവിപ്പാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഒരു ദൈവവിളി അവന്റെ ഉള്ളത്തിലുണ്ട്. സ്കൂളിൽ വന്ന ഉടൻ ഒരു പായിട്ട് അവനിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ഓർത്തിട്ടുണ്ട്, എന്ത് ചേഞ്ച്, ഇത്ര മാറ്റം ഈ കുഞ്ഞിനെ സംഭവിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവനെ ICP ഒരു ക്യാമ്പിൽ കടന്നു പോകുവാനും അവിടെ വെച്ച് അവൻ അഭിഷേകം പ്രാപിപ്പാനും ഇടയായി. ദൈവത്തിന് സ്തോത്രം. അഭിഷേകം തരണമേ എന്ന് 6ാം ക്ലാസ് മുതൽ അവനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന 14ാം വയസ്സിൽ അഭിഷേകം പ്രാപിച്ചു. ഞങ്ങളോട് അന്ന് മുതൽ പറഞ്ഞിട്ടില്ല. അന്ന് ദൈവസഭയിൽ ഒരു സമർപ്പണം ചെയ്തു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കും. ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല. ഈ കുഞ്ഞ് ഞങ്ങളോട് ഇത് പറഞ്ഞിട്ടുമില്ല. +2 ശേഷമാണ് ഞങ്ങളോട് ഇങ്ങനെ പറയുന്നത്. അതെ, അവനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവൻ വർഷങ്ങൾക്ക് മുമ്പ് ദർശനം കണ്ടു. റാന്നി ഇടമുറി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കോളേജ് വരും. ആ കോളേജിലായിരിക്കും BCom പഠിക്കുന്നത്. അന്ന് ഇവിടെ കോളേജുമില്ല, ഒന്നുമില്ല. 2018 അത് എന്നോട് സ്റ്റാർട്ടിങ് സമയത്ത് ഈ ദേശത്ത് ഒരു റാന്നി സെന്റ് തോമസ് കോളേജിന്റെ ഒരു അഡ്വാൻസ്ഡ് കോളേജ് വരുവാനും ആ കോളേജ് BCom പഠിക്കുവാനും നാളുകൾക്ക് മുമ്പ് ദർശനം തന്നതുപോലെ ദൈവം ഇടയാക്കി. BCom പഠനം തുടങ്ങുന്ന സമയത്തായിരുന്നു കോവിഡ്. അതിനുശേഷം അതിന് മുമ്പ് തന്നെ ചില പ്രതിസന്ധികൾ കൂടെ കടന്നുപോയി. +2 പരീക്ഷ എഴുതുമ്പോൾ സമയത്ത് ഒന്ന് വീഴുവാനും ദൈവത്തിന് സ്തോത്രം മുട്ടിന്റെ ചിരട്ട ഇളകി വളരെ പ്രതിസന്ധികൾ കൂടെ കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. മുട്ടിന്റെ ചിരട്ടെ അങ്ങ് ഇളകിപ്പോയി എന്ന് പറഞ്ഞാൽ 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ കുഞ്ഞു ഞങ്ങളോടുകൂടെ ഉപവസിക്കുകയാണ്. +2 ഒരു ജയത്തിന് വേണ്ടി അവൻ ഉപവസിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഒരു വലിയ ശോധന കടന്നു വന്നു. അവനെ മുണ്ടുമൊക്കെ ഉടുത്ത് താഴോട്ട് വഴിയിലിറങ്ങി കൂട്ടുകാരനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ മുണ്ടെ തട്ടി വീഴുവാനിടയായി. വീണ ഉടനെ അവന്റെ മുട്ടിന്റെ ചിരട്ട ഇളകി ആ മോൻ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ഇവന്റെ കാൽ
അങ്ങോട്ടും ഇങ്ങോട്ടാടി അറിയത്തില്ലല്ലോ, കാൽ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കുകയും പിരിക്കുകയും ചെയ്തപ്പോൾ ഈ മുട്ടിന്റെ ചിരട്ട അങ്ങ് തിരിഞ്ഞു പോയാൽ ആ വീഴ്ചയിലിടയായി. എന്നാൽ ദൈവമക്കളെ ഒരു ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോയില്ല. തിരുമിച്ച് ഏതാണ്ട് 3 മാസത്തോളം +2 റിസൾട്ട് വരുമ്പോൾ, +2 പരീക്ഷ എഴുതാൻ പോകുമ്പോൾ വണ്ടി എടുത്തുകൊണ്ടാണ് പരീക്ഷയ്ക്ക് പോയെ. അവനെ പരീക്ഷയ്ക്ക് ഇരുത്തിയത് ഒരു റൂമിൽ തന്നെ. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ആ റിസൾട്ട് വന്നപ്പോൾ ഒരു മഹാജയം ദൈവം തന്നു. അതിനുശേഷം അവനെ ബികോമിന് പോകുന്ന സമയത്ത്, അതെ ദൈവത്തിന് സ്തോത്രം, പോകുന്ന സമയമായപ്പോട്ട് ഈ കാലിന് സൗഖ്യമായില്ല. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ഒരു എക്സ്റേ പോലും എടുക്കാതെ തന്നെ ദൈവം ഇന്ന് അത്ഭുതകരമായി ദൈവനെ നടത്തുന്നു. കർത്താവിന്റെ കൃപയല്ലാതെ ഒന്നുമില്ല. ഒത്തിരി രോഗത്തിന്റെ സൗഖ്യങ്ങളും വിടുതലുകളും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ വയ്യാത്ത ജീവിതമാണ് ഈ കഴിഞ്ഞ നാളുകളിൽ ഞാൻ അനുഭവിച്ചത്. കഴിഞ്ഞ ദിനങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ഒത്തിരി പ്രതിസന്ധികൾ കൂടെ, ഞെരുക്കങ്ങളിൽ കൂടെ ഒക്കെ കടന്നുപോയിട്ടുണ്ട്. ഒത്തിരി ഞെരുക്കങ്ങളിൽ കൂടെ ജീവിതത്തിൽ ഞങ്ങൾ കടന്നുപോയവരാ. ദൈവത്തിന് സ്തോത്രം. ആദ്യ കാലങ്ങളിൽ 25 രൂപ സ്തോത്ര കാഴ്ച കിട്ടും. അന്ന് കർത്തൃ പ്രത്യേക ഒരു ബൈബിൾ കോളേജിൽ പഠിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ അന്ന് ആദ്യം ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ആ വിശ്വാസത്തിന്റെ തീക്ഷ്ണത. വീട്ടിലെ ആരാധന നടക്കുമ്പോൾ സഭായോഗത്തിന് ഞങ്ങൾ ആദ്യം സ്വതന്ത്ര ആരാധനയായിട്ടാണ് നിന്നത്. അതിനുശേഷം 2007 കൂടിയാണ് അസംബ്ലി സ്കൂളിനോടുള്ള ബന്ധപ്പെടുന്നത്. എന്നാലേ അങ്ങനെ ആരാധന നടക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ഒത്തിരി ഞെരുക്കങ്ങളുണ്ട്. ലോകത്തിൽ ആരോടും പറയരുതെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞതുകൊണ്ട് ആരോടും തന്നെ പറയാറില്ല. സഹോദരങ്ങളോട് സഹോദരി വിശ്വാസത്തിൽ പോയതിന്റെ പേരിൽ ആർക്കും വലിയ സഹകരണം, എന്നാൽ മിണ്ടിയും പറയുകയും സ്നേഹവും ഒക്കെ തന്നെയാ. എന്നാൽ ഞങ്ങളുടെ ഒരാവശ്യം അവരോട് ഞങ്ങൾ പറയാറില്ല. കൃപയാൽ ദൈവത്തിന് സ്തോത്രം. അതിന് നടുവിലൊക്കെ ദൈവം വിശ്വസ്തനായി കൂടെയിരുന്നു. ഒരു കാര്യം നമ്മളോട് പറഞ്ഞ കർത്താവ് നമ്മളെ വിളിച്ചിട്ടുണ്ടോ, ശുശ്രൂഷയ്ക്ക് വിളിയുണ്ടോ, നമ്മളെ വിളിച്ചിറക്കിയിട്ടുണ്ടോ, ദൈവം നമ്മളെ നിർത്തുവാൻ ശക്തനാ. ആദ്യകാലങ്ങളിൽ 25 രൂപയെ സ്തോത്ര കാഴ്ച വരും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവഭൃത്യം ബൈബിൾ കോളേജിൽ പഠിക്കുന്നു. മൂത്ത കൊച്ചു കുഞ്ഞാരി ദൈവ നിയോഗത്തിലാണ് ഞാൻ ഇത് പറയത്തുന്നുള്ളൂ. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവെ ഞാൻ എന്തൊക്കെ പറയണമെന്ന് പരിശുദ്ധാത്മാവ് പറയണം. എന്നാൽ ദൈവത്തിന് സ്തോത്രം 25 രൂപ സ്തോത്ര കാഴ്ച കിട്ടുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൻ ബൈബിൾ കോളേജിൽ പഠിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് 1 കിലോ അരി മേടിക്കും, പച്ചരി, 1 കിലോ ഗോതമ്പൊടി മേടിക്കും, 1/4 കിലോ ഉഴുന്ന് മേടിക്കും, ഒരു പാക്കറ്റ് പച്ചപ്പം മേടിക്കും. അതെന്തിനാ? 5 ദിവസം 10 എണ്ണം കാണുമല്ലോ. 5 ദിവസം ഈ 2 എണ്ണം ടിഫിൻ ബോക്സിനകത്ത് മൂത്ത കുഞ്ഞിന് കൊടുത്തുവിടാൻ. ദൈവത്തിന് സ്തോത്രം. എന്നാലും ഒരു മനുഷ്യനോട് ആവലാതി പറയത്തില്ല. കർത്താവ് കൃപയാൽ അതിന്റെ നടുവിൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ അത്ഭുതകരമായിട്ട് ദൈവത്തിന് സ്തോത്രം ആ നാളുകളിൽ ദൈവം നടത്തിയത്. ഒരു മനുഷ്യനോടും ആവശ്യം പറയാതെ കർത്താവ് അത്ഭുതകരമായി ആ ദിനങ്ങളിൽ നടത്തിയ വിധങ്ങളെയൊക്കെ ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യവും കൃപയും അന്ന് നമ്മളോട് കൂടെയുണ്ട്. ഇന്നും ആ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും ഒക്കത്തില്ല. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യവും കൃപയും അവിടെ എല്ലാം അനുഭവിച്ചറിയാൻ തൊക്കണം സ്വർഗം ഇടയാക്കി. എന്നാൽ ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്രം. ഈ മൂത്ത മോനെ ഒത്തിരി ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട്. ഒത്തിരി ആലയം വൃത്തിയാക്കിയ കുഞ്ഞ, ഒത്തിരി ആലയത്തിന് വേണ്ടി തീഷ്ണതയോടെ നിന്ന കുഞ്ഞ. എന്നാൽ ദൈവത്തിന് സ്തോത്രം അവന്റെ ജീവിതത്തിൽ ഒരനുഭവം, അതെ ദൈവത്തിന് സ്തോത്രം. അവനെ LKG പഠിക്കുമ്പം ദൈവത്തിന് സ്തോത്രം ഒരു പാന്റ് അവനില്ല. അന്നത്തെ അവസ്ഥ ദൈവമക്കളോട് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ സാക്ഷ്യം പറയുന്ന ജീവിതത്തിൽ ചിലർക്കെങ്കിലും അനുഭവമാകട്ടെ. അതെ ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ അവിടുന്ന് മറച്ച വിശ്വസ്തതകളെ ഓർക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയാതിരിക്കാനൊക്കത്തില്ല. അന്ന് ഒരു പാന്റ് ദൈവം ഇല്ലാതെ ഈ കുഞ്ഞ് വളരെ ഭാരപ്പെട്ടു. ഇവിടുത്തെ പെങ്ങടെ മകൻ ദൈവം വന്നപ്പോൾ അവന്റെ ഒരു കീറിയ പാന്റ് കുഞ്ഞെടുത്തിട്ടു. അപ്പം വേലയ്ക്ക് വൈകിട്ട് വീടുകൾ തോറും സന്ദർശിക്കും. 118 ലേബർ ക്വാർട്ടേഴ്സ് റബ്ബർ ബോർഡിന്റെ സൈഡിലെ ഞങ്ങളുടെ ഈ വീട്. അപ്പൊ ഈ ലേബർ ക്വാർട്ടേഴ്സിൽ വൈകിട്ട് ചെന്ന വീടുകളിലെ ആൾക്കാരെയൊക്കെ കാണാൻ, സുവിശേഷം പറയാൻ. അങ്ങനെ പോകുമ്പോൾ ഈ മോനെ ഈ കീറിയ പാലെടുത്ത് അതെടുത്ത് കളഞ്ഞേച്ച് ഒരടിയൊക്കെ കുഞ്ഞിന് കൊടുത്ത്, എന്നിട്ട് അവനെ വേറൊരു നിക്കറ് ഉടുപ്പൊക്കെ ഇടിച്ച് ഞങ്ങൾ സുവിശേഷം പറയാൻ വേണ്ടി കടന്നുപോയി. എന്നാൽ ആ രാത്രി എൻ്റെ പ്രിയപ്പെട്ടവൻ ശക്തമായി കരഞ്ഞ്, കർത്താവേ നിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങിയിട്ട് എൻ്റെ കുഞ്ഞിനൊരു പാൻറ്റില്ല, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് കെമിക്കൽ എഞ്ചിനീയർ ആയിരുന്ന അത് റബ്ബർ ബോർഡിലെ ഒരു കുടുംബം ഇവിടെ ആരാധനയ്ക്ക് വരുന്നത്, അദ്ദേഹത്തോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു, നീ എൻ്റെ ദൈവദാസന് അതെ ദശാംശം എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇന്ന് വരെ? ഒന്നും ഞങ്ങൾക്ക് ദശാംശം തരുന്നതോ ഒന്നും അന്നത്തെ കാലത്ത് അറിയത്തില്ല. എന്നാൽ അദ്ദേഹത്തെ പരിശുദ്ധാത്മാവ് ഉറക്കിയില്ല. ആ രാത്രി വെളുക്കോളം അദ്ദേഹം കിടന്നുറങ്ങി. ഞാൻ രാവിലെ കൊണ്ടു കൊടുത്തോളാം. 750 രൂപ
പ്രഭാത സമയമായപ്പോൾ കതകെ വന്ന് മുട്ടി അദ്ദേഹം കൊണ്ടുതരുവാനായിട്ട് ഇടയായി. അന്നേരം ദൈവത്തിന് സ്തോത്രം. ഞാൻ അന്നേരം ഓർക്കുക, അദ്ദേഹത്തോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു, കർത്താവേ, എന്റെ കയ്യിൽ ഇപ്പോൾ രൂപ ഇല്ല, നീ ഇപ്പോൾ തന്നെ എന്റെ ദൈവദാസൻ ഇത്ര രൂപ എണ്ണിക്കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അന്ന് പോയി ഒരു പാന്റ് എടുക്കാനായിട്ട് ഞാൻ അന്നേരം ഓർത്തു, കർത്താവ് നമ്മുടെ നെടുവീർപ്പ് പോലും അറിയുന്ന ദൈവമാ. അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ കഴിഞ്ഞ നാളുകളിൽ പ്രാപിപ്പാൻ കൊണ്ട് സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. അങ്ങനെ 2017 ഒത്തിരി ശോധനകൾ കൂടെ ഞങ്ങൾ കടന്നുപോയി. 2017 മോന്റെ കാലിന്റെ മുട്ടിന്റെ ചിരട്ട ഇളകി, അതിന് വളരെ ഭാരത്തോടെ അനുഭവിച്ചു. അപ്പോൾ ഒരു ദൈവഭൃത്യൻ ദൈവാലോചന പറഞ്ഞു, 2017 തന്നെ നീ ചില പ്രതികൂലങ്ങളിൽ കൂടെ ഇനി ആശുപത്രികൾ കയറി ഇറങ്ങേണ്ടി വരുന്ന ഒരു കാലം വരാൻ പോകുന്നെന്ന് എന്ന് ശക്തമായി പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളോട് പറഞ്ഞാൽ 1996 ജൂൺ മാസം 99 ജൂൺ മാസം 6-ാം തീയതിയാണ് ഈ വീട്ടിലെ ആരാധന തുടങ്ങിയത്. ഞങ്ങൾ ഈ ദേശത്ത് അനേക കുടുംബങ്ങൾ ദേശത്ത് ഞങ്ങൾ അല്പഭൂമി ആലയത്തിന് വേണ്ടി ചോദിച്ചു. വർഷങ്ങളായി ഞങ്ങൾ പ്രാർത്ഥിക്കും, കർത്താവേ, അങ്ങ് പറഞ്ഞിട്ട് ഈ ആരാധന ദേശത്ത് നട്ടതാ, ഞങ്ങൾക്ക് ഈ ദേശത്ത് ഭൂമി തരണം എന്ന് ദൈവത്തോട് എന്നും പ്രാർത്ഥിക്കും. എന്ന് പറഞ്ഞാൽ ഈ ദേശത്ത് ഏറ്റവും കൂടുതൽ ഉപവസിക്കുന്നവര് ഞങ്ങളുടെ ഈ സഭയാണ്. ലോകം മുഴുവൻ പറയുന്നത്, ഒരു മാസം ഉണ്ടെങ്കിൽ കൂടി വന്നാൽ 10-21 ദിവസം മിക്ക ദിവസവും ഇവിടെ ഉപവാസ പ്രാർത്ഥനയായിരിക്കും. അപ്പൊ പലരും ഞങ്ങളെ എന്നും നിങ്ങൾക്ക് ഉപവാസവും പ്രാർത്ഥനയും ഉള്ളോ എന്ന് ചോദിക്കുന്നൊരു കാലം. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടാണല്ലോ ഈ ആരാധന ഈ വീട്ടിൽ ആരംഭിച്ചത്, ഞങ്ങൾക്ക് ഈ ദേശത്ത് ഭൂമി തരണം. അപ്പൊ ഒരു ദൈവദാസി കാലങ്ങൾക്ക് മുമ്പ് ദൈവാലയം പറഞ്ഞു, നിങ്ങൾ ചോദിച്ചാൽ തരത്തില്ല, വിളിച്ചു തരുന്ന ഒരു കാലം വരുമെന്ന്. എന്ന് ദൈവത്തോട് ചോദിക്കും, കർത്താവെ, ഞങ്ങൾക്ക് ദേശത്ത് ഭൂമി തരണം. ദൈവസന്നിധി വ്യക്തമായി കരഞ്ഞ് ദൈവത്തോട് നിലവിളിക്കുമായിരുന്നു, പരിശുദ്ധാത്മാവെ, ഞങ്ങൾക്ക് ദേശത്ത് ഭൂമി തരണം എന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ വർഷങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു മടുത്തു. പലപ്പോഴും ദൈവത്തോട് പറയും, കർത്താവെ, ഞങ്ങളെ വിളിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളെ ഈ ദേശത്തൊന്ന് മാറ്റി ഞങ്ങളെ വേറൊരിടത്തേക്ക് അയക്കുക. ഇല്ല, അന്നൊന്നും പരിശുദ്ധാത്മാവ് സംസാരിക്കത്തില്ല. അന്ന് വന്ന കർത്തൃദാസി പറഞ്ഞു, കോട്ടയം 14-ാം മൈലില് ഇതുപോലൊരു അസംബ്ലീസ് കൊണ്ട് സഭയുണ്ട്, അവരും അവിടുത്തെ വേല വിട്ടു പോകാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നപ്പോ ആ കർത്തൃദാസി എന്ന് ആലോചന പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് പോകരുത്, നിങ്ങൾക്ക് വിളിച്ച് ഭൂമി തരുന്നൊരു കാലം ഉണ്ടാകുമെന്ന് അന്ന് ഞങ്ങളെ പറഞ്ഞ് ഉറപ്പിക്കുവാനായിട്ട് ഇടയായി. എന്ന ദൈവമക്കളെ 99 തുടങ്ങിയ ആരാധന ഏതാണ്ട് 2016 വരെ ആയിരുന്ന സമയം വരെയും ഒരു ഭൂമി ഞങ്ങൾക്ക് ലഭിച്ചില്ല. ഏകദേശം 22 വർഷം ആരാധന നടന്ന വീട്ടിൽ നിന്ന് ഏകദേശം 2 വർഷമേ ഉള്ളൂ ഞങ്ങൾ ആലയത്തിലേക്ക് മാറിയിട്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കും, 10-18 പേർക്ക് ഈ ദേശത്ത് ഭൂമിയുണ്ട്, കർത്താവെ, ഞങ്ങൾക്ക് ദേശത്ത് ഭൂമി തരണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. അങ്ങനെ ഇരിക്കലും ഒരു പ്രിയപ്പെട്ടവനോട് ഒരു അസംബ്ലി സ്കൂളിലെ തന്നെ വേറൊരു സഭയിലെ വിശ്വാസിയോട് ചോദിച്ചു, ഞങ്ങൾക്ക് ദേശത്ത് അല്പഭൂമി ആലയത്തിന് തരാമോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഒന്നിച്ച് 28 സെന്റ് ഭൂമി കിടക്കുകയാണ്, 28 സെന്റ് ഭൂമി ഒന്നിച്ച് തരാം, നമുക്കത് വാങ്ങിക്കാനുള്ള അന്ന് അതിനുള്ള സാമ്പത്തികമില്ല. എങ്ങനെ 10 സെന്റ് മേടിക്കുമെന്ന് ഓർത്ത് ഭാരപ്പെട്ടിരിക്കും. നമുക്ക് 28 സെന്റ് സ്ഥലം റോഡ് സൈഡിൽ 16 ലക്ഷമോ അല്ലെങ്കിൽ 20 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിക്കാൻ നിവർത്തിയില്ല. അന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവമക്കളെ, പ്രിയപ്പെട്ടവരോട് പറഞ്ഞാല് അന്ന് മുതൽ ആ സ്നേഹിതൻ ഉറങ്ങത്തില്ല. ആ സ്നേഹം 1 വർഷത്തോളം ആ സ്നേഹിതൻ ഉറങ്ങാതെ ഇരുന്നു. ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല. പാസ്റ്റർ ചോദിച്ചിട്ട് ഇഞ്ഞു പോന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഈ ദാസ് എന്നാണ് ആ പ്രിയപ്പെട്ടവരുടെ പേര്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അന്ന് രാത്രി മുതൽ അദ്ദേഹം ഉറങ്ങത്തില്ല. രാത്രി ഉണർന്നു കിടന്നിട്ട് ചോദിക്കും, നീ നിന്റെ ഭൂമി അളന്ന് ഈ സഭയ്ക്ക് കൊടുക്കണം. അവൻ മിണ്ടത്തേയില്ല. 1 വർഷത്തോളം ഇതവൻ ഹൃദയത്തിൽ കൊണ്ടു നടന്നു. എന്നാൽ ഒരു ദിവസം അവൻ തീരുമാനമെടുത്തു. ഒരു വ്യാഴാഴ്ച വൈകുന്നേരം ഇന്ന് വൈകിട്ട് വീട്ടിൽ ഇവിടുത്തെ പാസ്റ്ററുടെ പേര് വീട്ടിൽ വിളിക്കുന്ന ബാവുക്കുട്ടി പാസ്റ്റർ എന്നാ. ബാവുക്കുട്ടി പാസ്റ്റർ എന്റെ വീട്ടിൽ വരുവാണെങ്കിൽ ഈ ഭൂമിയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കുമെന്ന്. അന്ന് വൈകിട്ട് ചേത്തക്കൽ AG സഭയിലേക്ക് ഒരു നോട്ടീസ് കൊടുക്കാനുണ്ട്. സഭയിൽ ഞായറാഴ്ച വായിക്കേണ്ടത്. പാസ്റ്റർ മോനോട് പറഞ്ഞു, മോൻ ഇത് കൊണ്ടുവന്ന് ദാസന്റെ അങ്ങളുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കണം. എന്നാല് ആ കുഞ്ഞിനോട് പിന്നെ പറഞ്ഞു, മോനെ ഞാൻ തന്നെ കൊണ്ടു കൊടുക്കാം. ഇദ്ദേഹം തീരുമാനമെടുത്തിരിക്കുകയെന്ന് നമുക്കറിയത്തില്ലല്ലോ. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനൊന്നും തെറ്റുപറ്റുകയല്ലോ. അങ്ങനെ പാസ്റ്റർ വ്യാഴാഴ്ച വൈകുന്നേരം ആ വീട്ടിൽ ചെല്ലുവാനും അദ്ദേഹം ഞങ്ങൾക്ക് 10 സെന്റ് ഭൂമി തരാമെന്ന് പറയുവാനിടയായി. നിങ്ങളുടെ കയ്യിലുള്ളത് തന്നാ മതി എന്ന് പറഞ്ഞു. എന്നാൽ നേരം വെളുത്തപ്പോ അദ്ദേഹം പറയാണ്, ഞങ്ങൾ 5 സെന്റ് സ്ഥലമേ തരത്തുള്ളെന്ന്. ദൈവത്തിന് സ്തോത്രം. 60,000 രൂപയ്ക്ക് 5 സെന്റ് സ്ഥലം ഞങ്ങൾ അന്ന് വാങ്ങിച്ചിട്ടു. എന്നാലേ ഞങ്ങൾക്കൊരു ആലയം പണിയാൻ വേണ്ടി, ദൈവത്തിന് സ്തോത്രം, അതിന്റെ
തൊട്ടിപ്പുറവും അപ്പുറവും നോക്കുമ്പോൾ 1.25 ഒന്നും അപ്പുറവും ഇപ്പുറം മീറ്റർ വിട്ട് വേണം മറ്റൊരാളുടെ ഭൂമിയിലേക്ക് ഇതിലെ വെള്ളം വീഴാനൊക്കത്തില്ലല്ലോ, നിയമങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് ആ ആലയത്തിനുള്ള ഭൂമിയുടെ കാര്യം ഇങ്ങനെ വന്ന് നോക്കിയപ്പം അതിന്റെ കോൺട്രാക്ട് ആലയം പണിയാനൊക്കത്തില്ല, ഒരു 2 സെന്റ് കൂടെ ഉണ്ടെങ്കിൽ ഒക്കുള്ളെന്ന് പറയാനിടയിൽ. ദൈവമക്കളെ, അവൻ എന്ത് ചെയ്താ പിന്നെ അവൻ 1 സെന്റ് ഭൂമി പോലും ഞങ്ങൾക്ക് തരത്തില്ല. ഞാൻ 5 സെന്റ് സ്ഥലം തന്നില്ലയോ, ഇനി തരാനില്ല. അതും ഏറ്റവും കണ്ണായ ഭൂമിയാണ് ഞങ്ങൾക്ക്, റോഡ് സൈഡിലെ ഭൂമി തന്നു. പുറകിലോട്ട് അവന് വീട് വെക്കണമെന്ന ആഗ്രഹത്തോടെ ഞങ്ങൾക്ക് 5 സെന്റ് ഭൂമി അളന്നു തരടയിൽ. ദൈവമക്കളെ, ദൈവസേന വളരെ നിരാശപ്പെട്ടു. എങ്കിലും 40 ദിവസം ദൈവസേനയില് ഒരു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട് ഉപവസിപ്പാനിടയായി. ഉപവാസം തീർന്നതിന്റെ പിറ്റേന്ന് ദാസ് എന്ന് പറഞ്ഞ ബ്രദറിനെ കാണുവാനിടയായി. ദാസെ, ഞങ്ങൾക്ക് ഒരു 2 സെന്റ് ഭൂമിയോടെ തരണം. അതിനെന്നാ നാളെ 2 സെന്റ് ഭൂമിയോടെ തരാമെന്ന്. അങ്ങനെ ഞങ്ങൾക്ക് 2 സെന്റ് ഭൂമിയും കൂടെ അവിടെ 7 സെന്റ് ഭൂമി തരുവാനിടയായി. ദൈവത്തിന് അങ്ങനെ സന്തോഷത്തോടെ 2016 ഞങ്ങൾക്ക് ഈ ഭൂമി ലഭിച്ചു. 2017 ദൈവത്തിന് സ്തോത്രം, അതിന്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് ഞങ്ങൾ വരുമ്പോൾ ഒരാലയം പണിയണം എന്ന് വളരെ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അതേ ഒരു തിങ്കളാഴ്ച നമ്മൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നമ്മളെ വിളിച്ചപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ഭൂമിയിലെ ഒരു കാര്യവും ആഗ്രഹിക്കുന്നില്ലല്ലോ. ഒരു ദിവസം വരും, പിറ്റേ ദിവസം വരും പ്രാർത്ഥനകളും ആരാധനകളും വചന ശുശ്രൂഷയ്ക്കും പരസ്യയോഗം അങ്ങനെയുള്ളതിനെല്ലാം അങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ആത്മീയ കാര്യത്തിനും കൂടുതൽ അത് വില കൊടുക്കുന്നത് കൊണ്ട് ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി. ഇങ്ങനെ മുന്നോട്ട് പോയിരിക്കുമ്പോൾ ഈ ചർച്ച ഒന്ന് പണിയണമല്ലോ, മറ്റു സാമ്പത്തിക നന്മകളൊന്നുമില്ല. എന്നാൽ ഈ ആലയത്തിന് മേടിച്ച ഭൂമിയുടെ പണമെല്ലാം കൊടുത്തു വിടുവാൻ ദൈവം സഹായിച്ചു. കർത്താവ് ഒത്തിരി അത്ഭുതങ്ങൾ അതിന്റെ പിന്നിൽ ചെയ്തു. ദൈവത്തിന് അദ്ദേഹം പറഞ്ഞു തന്നെ ആ ഭൂമി മേടിക്കുവാനും അതിന്റെ സാമ്പത്തിക നന്മ കൊടുക്കുവാനും ദൈവം സഹായിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ 2017 അവസാന സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഒരു ലോകത്തിന്റെ അവസ്ഥ കടന്നു വരുവാനിടയായി. എൻ്റെ ജീവിതത്തിൽ എൻ്റെ വലത്തെ ബ്രസ്റ്റിന് ഒരു ചെറിയ വേദന അനുഭവപ്പെട്ടു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ദൈവമക്കളെ പറഞ്ഞാല് അത് പെട്ടെന്ന് ഒരു വേദനയായി. അതിനുശേഷം എൻ്റെ കൈയുടെ വലതുവശത്ത് ഒരു വശം വലതു സൈഡ് തെരഞ്ഞു കിടന്നു, ഉറങ്ങി. നേരം വെളുത്തു പിന്നെ വലത് ബ്രസ്റ്റിന്റെ സൈഡിൽ ഒരു വേദന. അപ്പൊ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർ പറഞ്ഞു, എൻ്റെ ഈ ബ്രസ്റ്റിന്റെ സൈഡിൽ ഒരു വേദന എന്താണെന്നറിയത്തില്ല, ഇനി വലതുവശം ചരിഞ്ഞ് വല്ലാതെ കിടന്നിട്ട് വല്ലതും ആയിരിക്കും എന്നിങ്ങനെ പറയാനിടയായി. എന്നാലേ അങ്ങനെ പറഞ്ഞ് ഇരിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ മോന്, ആന്താരത്ത് കുച്ചുമോൻ എന്ന് പറയും, ഇവിടുത്തെ വിശ്വാസിയാ മോൻ, വിദേശത്ത്, ആ മോനോടെ വിളിച്ചു പറഞ്ഞു, മോനെ അമ്മാമ്മയുടെ ബ്രസ്റ്റിന്റെ സൈഡിൽ ഒരു വേദന, അത് വാവ് കുടിച്ചാൻ എത്രയും വേഗം ദൈവത്തിന് സ്തോത്രം ഒരു സർജനെ കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തിന് അദ്ദേഹത്തിന്റെ ആ മോന്റെ തന്നെ ചേട്ടന്റെ ഭാര്യ മുത്തൂറ്റ് ഹോസ്പിറ്റലിലെ നേഴ്സാണ്. ആ മോള് ഞങ്ങൾക്ക് ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുകയും അവിടെ കൊണ്ടുപോയി അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുവാനിടയായി. സ്കാൻ ചെയ്തപ്പോൾ ഈ ബ്രസ്റ്റിൽ ഒരു തടിപ്പുണ്ട്, അത് ഒരു ചവ് പോലെയാണ്. അത് ദൈവത്തിന് സ്തോത്രം ബയോസിക്ക് അയച്ചു. ബയോസിക്ക് അയച്ചപ്പം ആ പ്രിയ ഡോക്ടറെ പറഞ്ഞു, ഇതൊരു ചവ്വ, ബയോസി റിപ്പോർട്ട് നെഗറ്റീവാണ്, ഒരു കുഴപ്പവുമില്ല. 1-ാം തീയതി 2018 ജനുവരി മാസം 1-ാം തീയതി വന്ന് അഡ്മിറ്റായി. 2-ാം തീയതി ഓപ്പറേഷൻ ചെയ്ത് 3-ാം തീയതി വീട്ടിൽ വിട്ടേക്കാം. വളരെ സാധാരണ സിമ്പിളായ ഒരു കാര്യം എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ 2018 ദൈവത്തിന് സ്തോത്രം ജീവിതത്തിൽ ഒത്തിരി ശോധനകളും കഷ്ടങ്ങളും പ്രതിസന്ധികളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. പല രോഗങ്ങൾ വന്ന് സൗഖ്യമായിട്ടുണ്ട്. എന്നാലേ 2018 ജനുവരി 1-ാം തീയതി ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്ത് 2-ാം തീയതി ഈ ഗ്ലാൻഡ് റിമൂവ് ചെയ്യുവാനിടയായി. അതിനുശേഷം 3-ാം തീയതി വീട്ടിലേക്ക് കടന്നു വന്നു. എന്നിട്ട് ദൈവത്തിന് സ്തോത്രം 3-ാം തീയതി, അതെ ബുധനാഴ്ചയായിരുന്നു, ദൈവത്തിന് വീട്ടിൽ വന്നു. വ്യാഴം, വെള്ളി, ശനി, ഞായർ, ആ ഞായറാഴ്ച ഞാനൊരു ദർശനം കാണുവാനിടയായി. തിങ്കളാഴ്ച ഹോസ്പിറ്റലിൽ ചെല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലേ ഞായറാഴ്ച ഈ ഹോളിന്റെ വീടിന്റെ ഒരു മുറിയിലാണ് ആരാധന നടക്കുന്നത്. സഭാ ഹോളില്ല, നമ്മുടെ വീടിന്റെ ഒരു മുറിയിലും ആരാധന നടക്കുകയാണ്. അങ്ങനെ ആരാധന നടക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, എനിക്ക് നൈറ്റ് ഇട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ഈ ഇപ്പുറത്തെ മുറി വന്ന് അനങ്ങാതെ ആരാധന പിന്നെ സമയത്ത് പാട്ട് പാടുകയും തന്നെ എന്ന് പറഞ്ഞ റൂം നൈറ്റ് ഇട്ടുകൊണ്ട് അവിടെ ആരാധനയ്ക്ക് എന്നിരിക്കാനൊക്കത്തില്ലല്ലോ, ഡ്രസ്സ് നല്ല ധരിക്കാതെ. അങ്ങനെ ഞാൻ റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആരാധന കഴിഞ്ഞു. ഞാൻ ഒരിക്കലും ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങാറില്ല. ഒരു കട്ടിലോട്ട് ഞാൻ ഇച്ചിരി നേരം കിടന്നു. അപ്പൊ ഞാൻ ഒരു ദർശനം കാണുക. എന്നെ ഒരു വലിയ 6 നില കോളേജിലേക്ക് എന്നെ കൊണ്ടുപോവുക. ഒരു 6 നിലയുള്ള ഒരു കോളേജിലേക്ക് ഞാൻ ചെന്നു. സാറുമാർ ഒത്തിരി അധ്യാപകരുണ്ട്. പിന്നെ ആ കോളേജിന്റെ ഏറ്റവും മേധാവിത്വം വഹിക്കുന്ന വലിയ ഓഫീസർമാരുണ്ട്. അവരെല്ലാം കൂടെ എന്നെ ഒരു കോൺഫറൻസ് ഹോളിലേക്ക് കൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞ് ചുറ്റും ഇങ്ങനെ ഇരിക്കണം. എന്നെ നടുക്കിരുത്തിക്കൊണ്ട് അവരെന്നെ ഇന്റർവ്യൂ ചെയ്യുക. സിസ്റ്റർ BCom പഠിക്കണം,
എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, അയ്യോ ഞാൻ ബികോമിന് പഠിക്കാനോ? ഞാൻ പിന്നെ എനിക്കിപ്പോൾ 44 വയസ്സുണ്ട്. 2018 അനുഭവം ഞാൻ പറയുന്നത്. എനിക്ക് 44 വയസ്സുണ്ട്. എനിക്ക് 2 ആമക്കളുണ്ട്. മൂത്ത മോന് 23 വയസ്സുണ്ട്, ഇളയ മോന് 17 വയസ്സുണ്ട്. ഈ പ്രായത്തിൽ ഞാൻ എങ്ങനെ ബികോമിന് പഠിക്കുന്നത്? സാറന്മാരെ, നിങ്ങൾ എന്നെ ഒഴിവാക്കണം ദയവായിട്ട്. ഞാൻ ഈ ഉറക്കത്തിൽ ദർശനത്തിൽ പറയുക, നിങ്ങൾ എന്നെ ഒഴിവാക്കണം. സിസ്റ്റർ പറഞ്ഞാലൊക്കത്തില്ല, സിസ്റ്റർ ബികോമിന് പഠിക്കണം. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെയൊക്കെ മക്കളെ +2 കഴിഞ്ഞിട്ട് അവരെ ഇഷ്ടമുള്ള കോഴ്സിനല്ലേ വിടുന്നത്, എന്നെ നിർബന്ധിക്കരുത്. ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ 3rd ഗ്രൂപ്പ് എടുത്ത +2 അന്ന് പ്രീ ഡിഗ്രി പാസ്സായത്. നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്, എനിക്ക് മാത്സ് അറിയത്തില്ല, നിങ്ങൾ എന്നെ നിർബന്ധിക്കല്ലേ, ദയവ് ചെയ്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങനെയല്ലേ വിടുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ശക്തമായി പിന്നെയും പറയാം, നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്, എന്നെ അങ്ങ് വിട്, വേറെ ആരെങ്കിലും നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തെടുക്ക്. അങ്ങനെ പറഞ്ഞ് സിസ്റ്റർ ഒരു കാര്യം ചെയ്യും, അങ്ങോട്ട് മാറിയിരിക്കുക. ഞങ്ങൾ ഓരോ സാറന്മാർ മാറിയിരുന്നിട്ട് ഓരോ ക്ലാസ് ബികോമിന്റെ എടുക്കുക. ഞാൻ പറഞ്ഞു, കർത്താവേ ഞാനങ്ങ് വളരെ ബുദ്ധിമുട്ടുക ആ സ്വപ്നത്തിൽ. ദൈവമേ, എനിക്ക് മാത്സ് അറിയത്തില്ല, നിങ്ങൾ എന്നെ നിർബന്ധിക്കാതെ. അവർ ഓരോ ക്ലാസ് ഓരോ സെമസ്റ്ററിന്റെ എടുത്തിട്ട് ഓരോരുത്തരും അവർ പഠിപ്പിച്ച ചോദ്യം ചോദിക്കുക. ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് ഇത്രയും പ്രായമുണ്ട്, എനിക്ക് പഠിച്ച ഉടനെ മറുപടി പറയാം, അല്ലേ നിങ്ങൾ ഇന്ന് പഠിപ്പിച്ച നാളെ എന്നോട് ചോദിക്കാൻ ഞാനത് പഠിച്ചിട്ട് വന്ന് പറയാം. ഇല്ല സിസ്റ്റർ, പഠിച്ചേ പറ്റൂ, അതിന് ആൻസർ ഉടൻ പറ. അപ്പൊ ഞാൻ ഒത്തിരി ഭാരത്തോട് പറഞ്ഞു, എന്നെ നിങ്ങൾ നിർബന്ധിക്കല്ലേ, നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത്. ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്കിതുപോലെ അറിയത്തില്ലായിരുന്നു മാത്സ്, അതുകൊണ്ട് എന്നെ നിർബന്ധിക്കരുത്. അന്നേരം പറഞ്ഞു, സിസ്റ്ററെ ഒരു 100 രൂപ അഡ്മിഷൻ ഫീസ് അടയ്ക്കാമോ? അപ്പൊ ഞാൻ ചോദിച്ചു, അയ്യോ അത് എൻ്റെ ഇല്ല, എൻ്റെ പാസ്റ്ററിൽ 500 രൂപ ഉണ്ടായിരുന്നു, അദ്ദേഹം അതുകൊണ്ട് റാന്നിക്ക് പോയതാ. ഉറക്കത്തിൽ ഞാൻ പറയുക, അദ്ദേഹം അതുകൊണ്ട് റാന്നിക്ക് പോയതാ, എൻ്റെ 100 രൂപ തരാൻ. നാളെ 10 മണിക്ക് ദൈവത്തിന് സ്തോത്രം, നിങ്ങൾ ആ 100 രൂപ അഡ്മിഷൻ ഫീസ് അടച്ചേച്ച് ബികോമിന് വന്നു ചേരണം. ഞാൻ അങ്ങ് ഉണരുകയും ചെയ്തു. കർത്താവേ, ഇതെന്തുവാ? ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്തുവാ ഇത് കർത്താവേ, ഇതെന്തൊരു സ്വപ്നമാ? അയ്യോ ഞാൻ ബികോമിന് പഠിക്കണം, ഈ പ്രായത്തിൽ എങ്ങനെ ഞാൻ ഈ ബികോമിന് പഠിക്കുന്നത്? അപ്പൊ ആ പഠിക്കുന്ന കാലത്ത് ഞാൻ ഇങ്ങനെ ദർശനത്തിൽ ഒരിക്കൽ ഞാൻ സ്വപ്നം കണ്ടു, GNM നേഴ്സ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ജനറൽ നേഴ്സിങ്ങിന് ഞാൻ ഹൈദരാബാദിൽ പഠിക്കുക. ആ സമയത്തൊക്കെ എൻ്റെ ജീവിതത്തിൽ ചില ശോധനകൾ വരും, അതങ്ങ് മാറിപ്പോകും. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഇതെന്തൊരു വന്ദനം? മറിയെ ചോദിച്ചോളെ, കർത്താവേ ഇതെന്തൊരു ദർശനമാ എന്ന് ഞാൻ ചോദിക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം, പിറ്റേന്ന് 10 മണിക്ക് മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറയുക, ആ ബയോസ് റിപ്പോർട്ട് ഒന്ന് വാങ്ങിച്ചുകൊണ്ട്, ആ ഓപ്പറേഷൻ ചെയ്ത ഗ്ലാൻഡ് ബയോസിക്ക് അയച്ച റിപ്പോർട്ട് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. മേടിച്ചുകൊണ്ട് വന്ന് ഡോക്ടറെ കൊടുക്കുമ്പോൾ ഡോക്ടർ പറയും, ഇത് പോസിറ്റീവാ, നിങ്ങൾക്ക് ക്യാൻസർ ആണെന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എൻ്റെ പ്രിയപ്പെട്ടവന് ഒത്തിരി ശോധനകൾ കൂടെ കടന്നുപോയതാ. അദ്ദേഹം ഇത് കേട്ടപ്പോഴത്തേന് വളരെ വളരെ അങ്ങ് ഭാരപ്പെടാൻ തുടങ്ങി. അന്നേരം എൻ്റെ ഹൃദയത്തിൽ ഒരു വാക്യം വന്നു, നീ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. 2018 ദൈവത്തിന് സ്തോത്രം ജനുവരി മാസം, അതേ ദൈവത്തിന് സ്തോത്രം 7-ാം തീയതി, അതേ രാത്രി സ്വപ്നം കണ്ടു, പകൽ സ്വപ്നം കണ്ടു. 8-ാം തീയതി പാച്ച് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് ഇങ്ങനെ ഡോക്ടർ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം, ഞാൻ എന്നെ 118-ാം സങ്കീർത്തനം 17-ാം വാക്യമാണല്ലോ, നീ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. അങ്ങനെ ഞാൻ ദൈവത്തിന് സ്തോത്രം ആ സ്വപ്നം കണ്ടു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവനോട് പറഞ്ഞു, അച്ഛാ ഇതെന്തുവാന്ന് എനിക്കറിയത്തില്ല, ഞാൻ പല സ്വപ്നങ്ങളും കണ്ടിട്ടുണ്ട്. ഞാൻ സ്വപ്നം കണ്ടിട്ടുള്ളതൊക്കെ ബികോമിന് പഠിക്കുക, നേരത്തെ സ്വപ്നം കണ്ടു ഡിഗ്രിക്ക് പഠിക്കുക, മോന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുക. അപ്പം M3 എന്ന് പറയുന്ന ഒരു പേപ്പർ അവന് ഏറ്റവും വലിയ ടഫായ ഒരു പേപ്പറാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അന്നേരം ഒക്കെ ദൈവത്തോട് ചോദിച്ചു, അന്ന് ഞാൻ ഒരിക്കൽ സ്വപ്നം കണ്ടു, M3യുടെ പരീക്ഷ ഞാൻ അണ്ണാ യൂണിവേഴ്സിറ്റി പോയി എഴുതണം. ഉച്ചയ്ക്ക് ശേഷം വന്നിട്ട് കൊച്ചുമോൻ വേണ്ടി ഈ SE സ്കൂളിലെ +1ന്റെ പരീക്ഷ ഫിസിക്സ് എഴുതുകയും വേണം എന്ന് ഞാൻ സ്വപ്നം കണ്ടു ഒരിക്കൽ. എന്ന് പറഞ്ഞാൽ ഫിസിക്സ് കൊച്ചുമോന് ഭാരമാ, M3യുടെ പരീക്ഷ, M3 മെക്കാനിക്കലിന്റെ 3-ാം സെമസ്റ്ററിന്റെ മാത്സ് വലിയ മോന് ഭാരമാ. അങ്ങനെ ശക്തമായി കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിന് അത്ഭുത ജയവും തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണോ ദൈവമേ, ഇതെന്ത് ഇങ്ങനെ സ്വപ്നം കണ്ടേ? അങ്ങനെ ഇരിക്കുമ്പോഴാണല്ലോ ഇങ്ങനെ പിറ്റേന്ന് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ക്യാൻസർ ആണെന്ന് അത് സ്ഥിരീകരിച്ചു. പെട്ടെന്ന് തന്നെ അന്ന് തന്നെ എന്നെ ഹോസ്പിറ്റലിൽ അവിടെ അഡ്മിറ്റ് ആക്കി. ഈ കക്ഷത്തിലോട്ട് അത് ബാധിച്ചോ, അത് വ്യാപിച്ചിട്ടുണ്ടോ, സ്പ്രെഡ് ആയിട്ടുണ്ടോ നോക്കാൻ വേണ്ടി ഡോക്ടർ പെട്ടെന്ന് തന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. നമുക്കറിയത്തില്ലല്ലോ, ക്യാൻസർ പേഷ്യന്റിനെ അവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചികിത്സിക്കാൻ പോയ ലക്ഷങ്ങൾ വേണം. എന്നാൽ നമുക്കൊന്നും അന്ന് തന്നെ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പിറ്റേന്ന് ഒരു ഓപ്പറേഷനിലൂടെ കക്ഷത്തിൽ ഓപ്പറേഷൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഒരു സെല്ലറയിൽ നമുക്ക് 12-13 സെല്ല അറകളാ, കച്ചവും ബ്രസ്റ്റുമായിട്ട്. എന്നാൽ അതിൽ
ഒരറയിൽ അത് വ്യാപിച്ചിട്ടുണ്ടെന്ന് പറയാനിടയായി. അങ്ങനെ അവിടുത്തെ കച്ചം ഓപ്പറേഷൻ ചെയ്തു, വീട്ടിൽ തിരിച്ചു വന്നു. എന്നാൽ 2018 ഫെബ്രുവരി മാസം ദൈവത്തിന് സ്തോത്രം 1-ാം തീയതി, ഏതാണ്ട് ജനുവരി 20 എന്ന് പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം RCCയിലേക്ക് കടന്നുപോയി. ജനുവരി 20-ാം തീയതി എന്നെ RCC കൊണ്ടുപോയി. അവിടുത്തെ പതോളജിയിൽ ഈ സ്ലൈഡും ഈ ഇവിടുന്ന് തന്നുവിട്ട എല്ലാം കൊണ്ടുവന്ന് അവിടെ കൊടുത്തു. എന്നാൽ അവിടുത്തെ പതോളജിയിൽ ഈ ട്രീറ്റ്മെന്റുകൾ ഇവിടുത്തെ ഒന്നും അവരെടുക്കത്തില്ല, അവിടെ അവർ ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ ഏതാണ്ട് കീമോ ആരംഭിച്ചു എൻ്റെ ജീവിതത്തിൽ. അതിനു മുമ്പ് തന്നെ പാസ്റ്ററുടെ 2018 ജനുവരി 26-ാം തീയതി ഓർഡിനേഷൻ അതേ പുല്ലൂര് വെച്ച് നടക്കുകയായിരുന്നു. അതിന് പോയി. അത് രോഗിയാണെങ്കിലും എന്നെ ഒരു രോഗമാണോ, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു രോഗമുണ്ടെന്നോ ഒന്നും ആർക്കും അറിയത്തില്ല. അതുപോലെ ദൈവത്തിന് സ്വതന്ത്രം എനിക്ക് വലിയൊരു കൃപ ദൈവം തന്നെന്ന് പറഞ്ഞാൽ, ഞാൻ സ്വപ്നം കണ്ടല്ലോ, ബികോമിന് ഒന്നീ ജയിക്കും അല്ലേ തോക്കും. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരു പരീക്ഷ വന്നാൽ ഒന്നിൽ ജയിക്കും അല്ലേ തോക്കും. ദൈവത്തിന് കർത്താവെ, ഒരിക്കലും ബികോം പഠിച്ചിട്ട് മരിച്ചു പോയതായിട്ട് കണ്ടിട്ടില്ലല്ലോ. എങ്ങനെയെങ്കിൽ ദൈവമേ എനിക്ക് ഇവിടെ ഒരു ജയം തരണമേ എന്ന് ദൈവത്തോട് ഞാൻ പറയുക. പക്ഷെ ഈ സ്വപ്നം കണ്ടുകൊണ്ട് എനിക്കൊരു പേടി തോന്നിയില്ല. എന്താ, ഇത്രയും രോഗം വന്നാലും ഞാൻ പലരെയും ആശ്വസിപ്പിക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ സമയത്ത് ദൈവത്തിന് സ്തോത്രം 20-ാം തീയതി ഓർഡിനേഷൻ സർവീസിന് പോയി, അനുഗ്രഹമായി നടന്നു. ഫെബ്രുവരി 1-ാം തീയതി ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞു. എൻ്റെ 2-ാമത്തെ മുറിവ് കരിഞ്ഞിട്ടില്ല, ബ്രസ്റ്റിന്റെ മുറിവ് കരിഞ്ഞിട്ടില്ല. മുറിവ് കരിയാൻ വേണ്ടി ഒരു 10 ദിവസം കരിഞ്ഞിട്ട് വന്നാൽ മതി. ഫെബ്രുവരി 1-ാം തീയതി ഈ റിസൾട്ടുകളെല്ലാം എനിക്ക് സ്ഥിരീകരിച്ചു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഏറ്റവും 9 ക്യാൻസറിൽ ഏറ്റവും കൂടിയ ഇനമാണ് എനിക്ക് വന്നത്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, കർത്താവിന്റെ കൃപയാൽ ഫെബ്രുവരി മാസം 1-ാം തീയതി കീമോ എടുക്കാൻ തുടങ്ങി. ഒത്തിരി തലമുടി ഉണ്ടായിരുന്നു, മുഴുവൻ പോയി. ഒരു മുടി പോലും നരച്ചതല്ലായിരുന്നു, മുഴുവൻ മുടിയും പൊഴിഞ്ഞു പോയി. ആദ്യത്തെ കീമോ എടുത്ത് വീട്ടിൽ വന്നു. അതെ, നമുക്ക് മനുഷ്യനെ കണ്ടാ അറിയത്തില്ല, കണ്ണെന്ന് ഇഷ്ടമല്ല എന്ന കൃപയാൽ ദൈവത്തിന് സ്തോത്രം, പ്രാർത്ഥനയുടെ വൻകരവും ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയുമാണോ ദൈവത്തിന് ഒന്ന് ക്ഷീണിച്ചു പോകാൻ ദൈവം ഇടയാക്കാതെ. ഒത്തിരി പ്രതിസന്ധികൾ കൂടെ, ഒരു പക്ഷേ രോഗിയേക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവരാണ് ഈ രോഗത്തെക്കാൾ എന്ന് പറഞ്ഞാൽ. ഈ RCCയിലേക്കൊക്കെ പോകുമ്പോൾ നമ്മളറിയാം, ആ RCCയോട് അടുക്കുമ്പോൾ തന്നെ നമുക്കൊരു വലിയൊരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള രോഗികളെ കാണുമ്പോൾ. എൻ്റെ പ്രിയപ്പെട്ടവൻ പലപ്പോഴും വല്ലാതെ, ദൈവത്തിന് സ്തോത്രം, പെട്ടെന്ന് ശരീരം വല്ലാതെ വരുന്ന അവസ്ഥകളിലൊക്കെ വന്നിട്ടുണ്ട്. ഒരു 5 നില 8 നില കെട്ടിടമാണല്ലോ ഈ RCC. അവിടെ കയറി ഇറങ്ങിയൊക്കെ വരുമ്പോഴത്തേന് കുഴഞ്ഞ് ക്ഷീണിച്ചു പോകും. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ദൈവമക്കളോട് പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ ആ 1-ാമത്തെ കീമോ എടുത്തു. 21 ദിവസം കഴിയുമ്പോൾ ഞാൻ ഇന്നലെ ഇവിടെ നിന്ന് ഇങ്ങനെ ഓർക്കായിരുന്നു, 2018 ഫെബ്രുവരി മാസം 22-ാം തീയതി 2-ാമത്തെ കീമോ എടുത്ത് ഇരിക്കുന്ന സമയമാണ് എൻ്റെ ഈ 2018. ഇന്ന് 23-ാം തീയതി ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. കർത്താവേ, ഇത് ചെയ്തേച്ച് വീട്ടിൽ വരുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കും ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ, ഇന്ന് കീമോ എടുത്ത് വീട്ടിൽ വരുമ്പോൾ വൈകുന്നേരം പിറ്റേന്ന് പകൽ ഒരു ദിവസം കഴിഞ്ഞ് അതിന്റെ പിറ്റേന്ന് ഒരു ഇഞ്ചക്ഷൻ എടുക്കും. ഇഞ്ചക്ഷൻ എടുത്തു കഴിയുമ്പോൾ നമ്മളാകെ വല്ലാതാകും. ആ ഇഞ്ചക്ഷൻ കഴിയുമ്പോൾ നമുക്ക് പിന്നെ ആഹാരം വേണ്ട, വായെല്ലാം മരവിച്ചിരിക്കുക, ഒരാഹാരം രുചിയില്ല, വായിലെ തൊലിയൊക്കെ പോകും. എന്നാൽ കൃപയാൽ തൊണ്ടയിലെ തൊലി പോയിട്ടുണ്ട്, പോകുന്നെന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോകുന്ന രീതി പോലെ വന്നാലും ആ തൊലി നീങ്ങാൻ ദൈവം അനുവദിച്ചില്ല. കൃപയെന്ന് മാത്രമാ. ദൈവത്തിന് സ്തോത്രം. ഏതാണ്ട് 2018 ഈ ഫെബ്രുവരി 1 മുതൽ ഏതാണ്ട് മെയ് മാസം 17 വരെ അവർ കീമോയുടെ ഡേറ്റ് പറഞ്ഞിരുന്നത്. എന്നാൽ 3 കീമോ എടുത്തു കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് ബ്ലഡ് നോക്കുമ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, 6 കീമോ മതിയെന്ന്. അതിനു മുമ്പ് ഒരു ദൈവത്തിന്റെ സന്നിധി എനിക്ക് വേണ്ടി ഉപവസിച്ചിട്ട് പറഞ്ഞു, അമ്മാമേ, ഇന്ന് ചെല്ലുമ്പോൾ ഒരു വ്യത്യാസം ഈ ട്രീറ്റ്മെന്റ് വരുത്തുമെന്ന്. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ ഈ 3 കീമോ എടുത്തു കഴിയുമ്പോൾ ഡോക്ടർ പറയാ 3 എണ്ണം കൂടെ മതിയെന്ന്. അങ്ങനെ 3 കീമോ ഇവിടെ ചെയ്തു. തലമുടി മുഴുവൻ പൊഴിഞ്ഞു. ചൂലേന്ന് എങ്ങനെ ഈർക്കല് ഈ ഊരിപ്പോന്നെ അതുപോലെ മുഴുവൻ മുടിയും ഊരി അങ്ങ് പോവുകയാണ്. തൊടുന്നുടനെ പിടിച്ച്, എന്നിട്ട് ഈ രോമകൂമങ്ങൾക്കെല്ലാം നമ്മുടെ ഉച്ചിക്കൊക്കെ ഭയങ്കര വേദന തോന്നിക്കും ഈ മുടി പറഞ്ഞെടുത്ത് എന്ന് പറഞ്ഞാൽ. ബ്ലഡ് ചെറുതായിട്ട് പൊടിക്കും, ഈ മുടി ഇങ്ങനെ പറഞ്ഞു ആ മരുന്നിന്റെ ബുദ്ധിമുട്ട് കൊണ്ട്. എന്നാൽ അത് മുഴുവൻ മുടികൾ മുഴുവൻ പൊഴിഞ്ഞു പോയി. അതിനുശേഷം ദൈവത്തിന് സ്തോത്രം, ഏതാണ്ട് 2018 മെയ് മാസം 17 ആയപ്പോൾ എൻ്റെ കീമോ തീർന്നു. അതിനുശേഷം 1.5 മാസം കഴിഞ്ഞിട്ട് ഏതാണ്ട് 20 റേഡിയേഷൻ എൻ്റെ ശരീരത്തിൽ എടുക്കുവാനിടയായി. ഇത് റേഡിയേഷൻ എടുക്കുമ്പോൾ എങ്ങനെ എൻ്റെ കൂടെ ആരും വരാനില്ല. +1 പഠിക്കുക കൊച്ചുമോനെ, അന്ന് മൂത്ത മോനെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങി വീട്ടിൽ വന്ന സമയം, പഠിച്ചിറങ്ങി അവൻ്റെ റിസൾട്ടും വന്നതിന് ശേഷമായി ഈ രോഗത്തിന്റെ അവസ്ഥ അറിയുന്നത്. എന്നാൽ ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വലിയ മോനെ കൊണ്ട് തന്നെ ഈ കൊച്ചുമോനെ നോക്കാനൊക്കത്തില്ലല്ലോ. അവനെ പെട്ടെന്ന് അവനൊരു ജോലിക്ക് വേണ്ടി
ഹൈദരാബാദിന് അങ്ങ് കടന്നുപോയി. എന്നാലേ ഈ കൊച്ചു കുഞ്ഞിനെ എങ്ങനെ വിടും? പക്ഷെ അവന് ഒത്തിരി കാര്യങ്ങൾ, അതെ, ഈ രോഗത്തോടുകൂടി കുഞ്ഞുങ്ങളൊക്കെ അവൻ ഇങ്ങനെ പറഞ്ഞു. അവനെ സ്കൂളിൽ വന്ന് എന്റെ രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞ് സ്കൂളിൽ വന്നപ്പം ഡോക്ടറോട്, ഈ സ്കൂൾ ടീച്ചറിനോട് ഇങ്ങനെ പറഞ്ഞു. അവനെ ഇങ്ങനെ വിളിച്ചോണ്ട് വരുമ്പോൾ അവനോട് ഇങ്ങനെ അവന്റെ പപ്പ പറഞ്ഞു, അമ്മയ്ക്ക് ഇങ്ങനെ ക്യാൻസർ ആണ്. അവനും ഇവിടെ വന്നിരുന്ന് കരഞ്ഞു ദൈവത്തോട്, കർത്താവേ എന്റെ അമ്മയ്ക്ക് അതെന്തിനാ കൊടുത്തത്, എനിക്ക് വന്നാ പോരായിരുന്നോ? ഈ ഇത്രയും ദൈവസന്നി തീഷ്ണതയോടെ നിൽക്കുന്ന ഞങ്ങൾക്ക് എന്നെ ഈ രോഗം വന്നേ. എന്നാൽ കൃപയാ ദൈവമക്കളെ, ഇന്ന് അവൻ ബികോം പാസ്സായി. അത് കാണുവാൻ വരെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ കൃപ ഒന്ന് മാത്രമാ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഈ റേഡിയേഷൻ എടുക്കുമ്പോൾ തൊലിയെല്ലാം, റേഡിയേഷൻ സമയത്ത് അങ്ങനെയൊന്നും പോകത്തില്ല. എന്നാൽ റേഡിയേഷൻ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴാ ഈ ബ്രസ്റ്റിലെ തൊലി റിമൂവ് ചെയ്തില്ല. ബ്രസ്റ്റ് ഗ്ലാൻഡ് മാത്രമേ എടുത്തുള്ളൂ. അല്ല, റിമൂവ് ചെയ്യാൻ വേണ്ടാന്ന് RCC ചെന്നപ്പോൾ പറയാനിടയായി. അങ്ങനെ ആ ബ്രസ്റ്റിലെ തൊലികളൊക്കെ പോയി, മറ്റ് തുണികളൊന്നും ധരിക്കാനൊക്കത്തില്ലാത്ത അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട്. കൃപയാൽ ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഓരോ കീമോ എടുത്തു കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്നിരിക്കുമ്പം എന്റെ അവസ്ഥയിലേക്കുള്ളവരെ, മുടി പൊഴിഞ്ഞവരും ആ കീമോ എടുക്കാൻ വേണ്ടി വന്നവരും ഒക്കെ എനിക്ക് ആശ്വസിപ്പിക്കാൻ തക്കോണം ദൈവം ഇടയാക്കി. അവരോടൊക്കെ ഞാൻ പറയാം, സാരമില്ല, ഒരു ട്രിപ്പ് ഇടുന്നത് പോലെയുള്ളൂ കീമോ ട്രിപ്പ് ഇട്ടാലേ ആ ട്രിപ്പ് നമ്മുടെ ശരീരത്തിൽ കയറി കഴിയുമ്പോൾ നമ്മളല്ലാതാകും. ആ മരുന്നിൻ്റെതായ ആ സൈഡ് എഫക്റ്റുകൾ. എന്നാൽ കൃപയാൽ ദൈവത്തിന് സ്തോത്രം. പലരെയും എനിക്ക് അങ്ങനെ ആശ്വസിപ്പാൻ, അവിടെ വന്നിരുന്ന് ഭാരപ്പെടുന്നവരോട് ചിലരോട് ഞാൻ പറയും, റിസൾട്ട് വരുമ്പോൾ നോർമൽ ആയിരിക്കും. എനിക്ക് ഈ രോഗമാണെങ്കിലും ഞാൻ പലരോടും പറയും, ഇന്ന് നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ നോർമൽ ആയിരിക്കും. ഇറങ്ങി വന്നിട്ട് ആന്റി തന്നെ പറയുന്നത്, ആന്റിക്ക് ഈ രോഗമല്ല, ഇല്ല, ദൈവം നിങ്ങൾക്ക് സൗഖ്യം തരും, നിങ്ങളെ ദൈവം വിടുവിക്കും. പലരും വേദനയോടെ കീമോ 3, 4 കഴിഞ്ഞവരെ വളരെ സ്റ്റേജുകളിൽ മാറിയതാ, മുടിയും പൊഴിഞ്ഞ് കഴിക്കാൻ വയ്യാതെ വായും പൊട്ടി അങ്ങനെ ഇരിക്കുന്നവരോടൊക്കെ അന്ന് ദൈവത്തിന് സ്തോത്രം സാക്ഷ്യം പറയാൻ തക്കോണം ദൈവം എനിക്ക് ഇടയാക്കി. അവരെയൊക്കെ ദൈവം എനിക്ക് ബലപ്പെടുത്തുവാൻ തക്കോണം കർത്താവ് കൃപ ചെയ്തു. അങ്ങനെ ദൈവം അത്ഭുതകരമായി എന്നെ വിടുവിച്ചു. അങ്ങനെ 2018 ജൂൺ മാസം 16 തുടങ്ങി ജൂലൈ മാസം 10 എന്ന് പറയുമ്പോൾ എന്റെ ട്രീറ്റ്മെന്റ് അവസാനിച്ചു. അതിനുശേഷം 1 മണിക്കൂർ 1 മാസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ഈ ബ്രസ്റ്റിന്റെ തൊലിയൊക്കെ പോയത് അവർക്ക് കാണാൻ വേണ്ടി 1 മാസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെല്ലണമെന്ന് പറഞ്ഞു ചെന്നപ്പോൾ അവരിങ്ങനെ പറയാനിടയായി, നിങ്ങളുടെ ഹോർമോൺ നെഗറ്റീവാണ്, നിങ്ങൾക്ക് ഇനി ഒരു മരുന്നും കഴിക്കേണ്ടെന്ന്. അങ്ങനെ കർത്താവിന്റെ കൃപയാൽ ഇന്ന് 6 വർഷമായി ഒരു മരുന്ന് കൂടാതെ കർത്താവ് എനിക്ക് അത്ഭുതകരമായി വിടുതൽ തന്നു. ഒരു ഹോർമോൺ നെഗറ്റീവ് ആയതുകൊണ്ട് ഞാനൊരു മരുന്നും കഴിക്കുന്നില്ല. കൃപ എന്ന് മാത്രമേ ഉള്ളൂ. കൃപയാൽ ദൈവം നടത്തി. ഒത്തിരി ചൂടെഴുന്ന ശോധന വേളയിൽ കൂടെ വന്ന് ചേരും. ആ ചൂളയിൽ ഒരു പാട്ടുകാരൻ പാടുന്നല്ലോ, അന്ന് ദൈവം തന്ന പാട്ട, ചൂടെഴുന്ന ശോധനയിൽ കൂടെ വന്ന് ചേരും ആ ചൂളെ, കൈവിടുകയില്ലവൻ അല്ലലിൽ വീഴുകൾ തൻ ശാശ്വത കൈകളിൽ. അതേ ദൈവത്തിന് സ്തോത്രം. അത് അങ്ങനെയുള്ള ഒരു പാട്ട് എൻ്റെ പ്രിയപ്പെട്ടവന് കൊടുക്കുവാനിടയായി. പഴയ ഒരു പാട്ടാണല്ലോ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പാടുവാനുള്ളൊരു അവസരമല്ലല്ലോ. കർത്താവിന്റെ കൃപയാൽ ദൈവം ഇന്ന് 6 വർഷമായി അത്ഭുതം. എന്നെ ആലയം കാണിപ്പിക്കത്തില്ല, അതിനകത്തൊരു ആലയം പണിയിപ്പിക്കത്തില്ല എന്നൊക്കെ വാദിച്ചെടുത്ത് ഈ ആലയത്തിന്റെ പണി ആരംഭിക്കാൻ തുടങ്ങിയ സമയത്താണ് എനിക്ക് രോഗം വന്നത്. കൃപയാൽ ദൈവമക്കളെ, ഒത്തിരി ക്ഷീണിച്ചു പോകാമായിരുന്നു. ആ സമയത്തും പാസ്റ്റർ ഈ ആലയത്തിന്റെ പണിക്ക് വേണ്ടി പഞ്ചായത്തുകളിൽ അതിന്റെ പേപ്പറുകൾ സബ്മിറ്റ് ചെയ്യാനും ഒക്കെ പോയി. ദൈവത്തിന്റെ കൃപയാൽ 2018 എന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാ ബുധനാഴ്ചയും ഒരു പ്രാർത്ഥന വെച്ചു ഈ ആലയം പണിക്ക് വേണ്ടി. അങ്ങനെ പ്രാർത്ഥിച്ചു. തലമുടിയൊക്കെ കിളിച്ചു. ഇന്ന് എനിക്ക് കിളിപ്പിടാനുള്ള തലമുടിയുണ്ട്. കൃപയാൽ ദൈവത്തിന് സ്തോത്രം. ഇന്ന് വരെയും ദൈവം നടത്തുന്നു. വലങ്കരത്തിന് ഒരു അല്പം നീരുണ്ട്, എന്നാലും മിക്കമല്ല വലിയ കഠിന പണികളൊന്നും ചെയ്യരുത്. എന്നാലും കൃപയാൽ ദൈവം അത്ഭുതകരമായി എന്നെ നടത്തുന്നു. ഒത്തിരി വിശ്വസ്തനായ പിതാവ് നമ്മളോട് കൂടെ ഉള്ളത് കൊണ്ട് കർത്താവിന്റെ കൃപ മാത്രമാ. എന്നാൽ 2018 പറഞ്ഞല്ലോ, ഈ ആലയത്തിന് വേണ്ടി ഞങ്ങൾ ദീർഘനാളുകൾ പ്രാർത്ഥിച്ച് ദൈവത്തോടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിന് സ്തോത്രം, എനിക്ക് എൻ്റെ ട്രീറ്റ്മെന്റിൽ ഒത്തിരി സഹായിച്ച ഒരു സഹോദരിയാണ്. അന്നൊക്കെ ഫുൾ 10-25 പേർക്ക് ഭക്ഷണം കൊടുക്കും സഭായോഗം കഴിഞ്ഞിട്ട്. എന്നാൽ എൻ്റെ ചികിത്സയോടുകൂടി അവർക്ക് കഞ്ഞിയായിട്ട് പിന്നെ കൊടുക്കാറായി തുടങ്ങിയത്. അന്ന് ആ ബ്ലെസ്സി എന്ന് പറഞ്ഞ സിസ്റ്റർ ബ്ലെസ്സി റോജി കഴിഞ്ഞ ദിവസങ്ങൾ സംസാരിച്ചല്ലോ, ആ മോള് എനിക്ക് ഒത്തിരി സഹായമായിരുന്നു. ആലയം വീടിനോടനുബന്ധിച്ചാണ്ട് വീട് തൂത്തിടുവാനും അതുപോലെ തന്നെ ദൈവത്തിന് സ്തോത്രം കഞ്ഞി കൊടുത്താൽ ആ പ്രാർത്ഥനകളും എല്ലാം കഴുകി വെച്ച് എന്നെ ഒത്തിരി സഹായിച്ച ഒരു ദൈവപൈതലാണ്. അതുപോലെ ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ, ഞങ്ങളുടെ ഇപ്പോൾ ഇരിക്കുന്ന ജയപ്രകാശ്, അദ്ദേഹത്തിന്റെ വാഹനത്തിൽ എന്നെ കൊണ്ടുപോവുകയും അദ്ദേഹം ഒരു
പ്രവചന ശുശ്രൂഷയുള്ള അദ്ദേഹം ഒരു ശുശ്രൂഷ പോലും ആ ദിവസം ഏറ്റെടുക്കാതെ അവിടെ കീമോ എടുക്കുന്നിടത്തും ആ റേഡിയേഷൻ ചെയ്യുന്നിടത്തും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കി ആ തീ പിടിച്ച വെയിലത്ത് അവിടെ അദ്ദേഹം വേറെ പാർക്കിംഗ് സൗകര്യമില്ല, ആ വെയിലത്ത് തന്നെ ആ കാറിൽ അവിടെ കിടക്കും. അങ്ങനെ രാത്രി 12-1 മണിക്ക് കീമോയ്ക്കൊക്കെ ശേഷം വരുന്നത് കൃപയാൽ അദ്ദേഹം എനിക്ക് വേണ്ടി, അദ്ദേഹത്തിന്റെ ഒരു പെങ്ങളുണ്ട്, 29-30 വർഷമായി ക്യാൻസർ വന്ന് ഒരു ബ്രസ്റ്റ് റിമൂവ് ചെയ്ത ആന്റി, എൻ്റെ ഒരു മാതാവിനെ പോലെ എൻ്റെ കീമോ എടുക്കുമ്പോൾ പാസ്റ്ററുടെ കൂടെ എൻ്റെ കാൽക്കൽ വന്നിരുന്ന് അത് വെള്ളം തരാനും അല്ലെങ്കിൽ ആശ്വസിപ്പിക്കാനും ബലപ്പെടുത്താനും ഒക്കെ ഇന്നും ആന്റി ജീവനോടെ ഇരിക്കുന്നു. അത്ഭുതകരമായിട്ട് ഒത്തിരി ട്രീറ്റ്മെന്റിൽ ഞങ്ങളുടെ കൂടെ വരികയും ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ്. അങ്ങനെ കർത്താവിന്റെ കൃപയാൽ അത്ഭുതകരമായി ദൈവം നടത്തി. എൻ്റെ സമയങ്ങളൊക്കെ തീർന്നു കാണും. എന്നാലേ കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം ഈ ആലയത്തിന്റെ പണി ഒന്നും വിശ്വാസത്താൽ കണ്ടിട്ടില്ലെങ്കിലും ഒരു കുറച്ച് അല്പം രൂപ മാത്രമേ ഈ ആലയം പണിയാൻ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളെങ്കിലും കർത്താവിന്റെ കൃപയാൽ ദൈവം ഏതാണ്ട് 20 ലക്ഷത്തോളം രൂപ മുടക്കി ഒരാലയം പണിയുവാൻ തക്കോണം പരിശുദ്ധ. ഇന്ന് അതിന് ഏതാണ്ട് ഒരു 30,000 രൂപയുടെ കടബാധ്യത മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. കൃപയാൽ ദൈവത്തിന് സ്തോത്രം. അതിൽ ഞങ്ങൾ വിശ്വാസത്തോടെ ദൈവത്തെ ആരാധിക്കുന്നു. 2 ഹൈന്ദവ കുടുംബങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ ആരാധനയ്ക്ക് കടന്നു വരുന്നുണ്ട്. കൂടാതെ 7-8 കുടുംബങ്ങൾ അല്ലാതെ ഉണ്ട്. കൃപയാൽ ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് ആലയമില്ലാത്തതിന്റെയും അതിൻ്റെതായ ബുദ്ധിമുട്ടിൽ ഞങ്ങൾ അനേകർ സുവിശേഷം പറഞ്ഞ് പലയിടങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. എന്നാൽ ആലയം പണിതിന് ശേഷം 2 കുടുംബങ്ങൾ, ഹൈന്ദവരായിട്ടുള്ള 2 കുടുംബങ്ങൾ ഇവിടെ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്നു. ദൈവത്തിന്റെ കൃപയാൽ ഇന്നും ഞങ്ങൾ അത്ഭുതകരമായി ഒത്തിരി സാക്ഷ്യങ്ങൾ ഇനിയും പറയുവാനുണ്ടെങ്കിലും കർത്താവിന്റെ കൃപയാൽ ദൈവം നടത്തിയ വഴികളും ദൈവം നടത്തിയ വിശ്വസ്തതകളും അല്ലാതെ ഒന്നും പറയാനില്ല. ഓരോ ദിവസവും ദൈവം അത്ഭുതകരമായി നടത്തി. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ദൈവത്തിന്റെ കൃപ അനുഭവിച്ചറിയാൻ തക്കണം ഇടയാക്കി ഒത്തിരി അതെ മഹാത്ഭുതങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ഒത്തിരി വിടുതലുകൾ അനുഭവിച്ചിട്ടുണ്ട്. അത് നിത്യ ശൂന്യതകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയതുപോലെ അനേക വെളിപ്പെടുത്തിയ ശുശ്രൂഷകൾ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ ആരാധനയിൽ വചനത്തിൽ ഒക്കെ ദൈവം നമ്മളെ ഉറപ്പിച്ച് നടത്തിയതെല്ലാം അത് ഇന്ന് ഒരു പക്ഷേ ഈ രോഗികളായിട്ടുള്ളവരെയൊക്കെ പോയി ഞാൻ പലപ്പോഴും ആശ്വസിപ്പിക്കും. ഒരു പക്ഷേ ഈ രോഗം വന്നതുകൊണ്ടല്ലേ ദൈവത്തിന് സ്തോത്രം പലരെയും ആശ്വസിപ്പിക്കുന്ന ഈ മേഖലയിലുള്ളവരെ. അതേ ദൈവത്തിന് പണ്ട് ക്യാൻസർ എന്ന് പറഞ്ഞാൽ തീർന്നു എന്ന് പറയുന്നിടത്ത് 6 വർഷമായി കർത്താവിന്റെ കൃപയാൽ എൻ്റെ ഓരോ വർഷത്തിൽ ഒരിക്കലും ഒരു ചെക്കപ്പ് ഉണ്ട്. കഴിഞ്ഞ വർഷം മാമോഗ്രാം ചെയ്തു. ഈ വർഷം മെയ് മാസത്തിൽ എൻ്റെ ചെക്കപ്പ്. കൃപയാൽ ദൈവം അത്ഭുതകരമായിട്ട് ഞങ്ങളെ നടത്തുന്നു. കർത്താവിന്റെ വിശ്വസ്തതകളെ ഓർത്ത് നന്ദി പറയുന്നു. ഓരോ ദിവസവും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം കൃപയും അനുഭവം. ഞങ്ങളുടെ മോനെ ദൈവത്തിന് സ്തോത്രം, മൂത്ത മോൻ മാത്സ് പഠിക്കുന്നതിൽ ഒത്തിരി ദൈവത്തിന് സ്തോത്രം. മാത്സ് പഠിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ക്ലവറായിട്ട് പഠിക്കുന്ന ഒരു കുഞ്ഞായിരുന്നു LKG മുതൽ. എന്നാൽ 6ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് കലണ്ടർ കാണുന്ന മാത്സിന്റെ അക്കങ്ങൾ, കണക്കിന്റെ അക്കങ്ങൾ കാണുന്ന അവന് ഇഷ്ടമല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവന് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. സ്കൂളിൽ ഒരു സൈക്കാട്രിക് എന്ന് പറയുന്ന ഒരു ശ്രീചിത്രയിലുള്ള ഒരു ഡോക്ടർ വന്ന് സ്കൂളിൽ വന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് കൗൺസിൽ ചെയ്യുവാനിടയായി. അങ്ങനെ കുഞ്ഞുങ്ങളെ കൗൺസിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ മോന് ഈ ഡോക്ടർ ഒരു കുറ്റം എന്ന് പറഞ്ഞാൽ ഒരു കണ്ടുപിടിച്ചു. അവന്റെ ചെവിയുടെ പുറകില് ഒരു ബുദ്ധിയുടെ മാന്യതയുണ്ട്. അതിനു മുമ്പ് പാസ്റ്റർ ഡോക്ടർ പറഞ്ഞതാ. അതിനു മുമ്പ് അപ്പം കുട്ടിയുടെ പപ്പായെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവനെ പാസ്റ്ററെ വിളിപ്പിച്ചു. ചെന്നപ്പം പറഞ്ഞു ഇങ്ങനെ ഈ മോനുണ്ട്, ശ്രീചിത്ര ഡോക്ടർ ഇന്ദിര എന്ന് പറഞ്ഞ ഡോക്ടറെ കൊണ്ട് നീ കുഞ്ഞിനെ കാണിക്കണം എന്ന് പറഞ്ഞു. അന്നേരം അച്ഛൻ പറഞ്ഞു ഞങ്ങൾ ഒരു ഡോക്ടറെ കാണിക്കാൻ മതി, ഞങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലെങ്കിലും ബന്ധക്കോസുകാരെ അങ്ങനെയാ എന്ന് ഈ ഡോക്ടർ പറയാനിടയിൽ എന്ന് പറഞ്ഞ 2 പാസ്റ്റേഴ്സിന്റെ മക്കൾക്കാണ് ഈ ബുദ്ധിമുട്ടുണ്ടെന്ന് ഈ ഡോക്ടർ കണ്ടുപിടിച്ചത്. അന്ന് ഒന്ന് ഇപ്പോഴും അറിയാം, കുവൈറ്റിലുള്ള ജെയിംസ് എബ്രഹാം എന്ന് പറയുന്ന പാസ്റ്ററുടെ മോളാ ഒന്ന്. ആ മോൾക്കൊരു കഴിഞ്ഞ നാളിൽ തലയ്ക്കകത്ത് ഒരു ട്യൂമർ വന്ന് സൗഖ്യമായ കുഞ്ഞ്. ഇന്ന് കർത്താവിന്റെ പേര് വളരെ പ്രയോജനപ്പെടുന്ന ഒരു കുഞ്ഞാണ്, സാറ ജെയിംസ് എന്ന് പറയും. എന്നാൽ ദൈവത്തിന്റെ സ്തോത്രം ഇങ്ങനെ 2 പേരുടെ അന്ന് മുതൽ. അതിനു മുമ്പ് പാസ്റ്ററോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു, തലയുടെ പുറകിൽ കുഞ്ഞിനൊരു ബന്ധനമുണ്ട് എന്ന് ദർശനം കാണുവാനിടയായി. അന്ന് മുതൽ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. അതിങ്ങനെ കുഞ്ഞ് പഠിച്ചു. ഇങ്ങനെ 10ാം ക്ലാസ് ആയപ്പോൾ അവനെ ദൈവത്തിന് സ്തോത്രം 10ാം ക്ലാസ്സിൽ വന്നപ്പോഴാണ് ഇതിന്റെ ആ കാർഡിൽ നിന്ന് മനസ്സിലാകുന്നത് 84 മാർക്ക്. കർത്താവെ എന്ത് ചെയ്യും, ഒരു പബ്ലിക് പരീക്ഷയ്ക്ക് ഈ കുഞ്ഞ് ജയിക്കത്തില്ലല്ലോ മാത്സിന് എന്നോർത്ത് വളരെ ഭാരപ്പെടുവാനും
ഒത്തിരി ഉപവസിപ്പാനിടയായി. ദൈവത്തിന് സ്തോത്രം. എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് ഞാൻ കഴിച്ചാൽ, ഉച്ചയ്ക്ക് കഴിച്ചാൽ വൈകിട്ട് കഴിക്കത്തില്ല. ഈ തലമുറകൾക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കും. ഈ അസുഖം വന്നതിന് ശേഷമാണ് അത്ര ഉപവസിക്കാത്തത്. എന്നാലേ അന്ന് എല്ലാ ചൊവ്വാഴ്ചയും ഉച്ച കഴിക്ക് ശേഷം കഴിക്കത്തില്ല. രാത്രി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കും. ദൈവമേ, ഈ തലമുറയുടെ ബന്ധനം വഴിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഈ 10ാം ക്ലാസ്സിലായപ്പം 4 മാർക്കേ ഉള്ളൂ. അവന്റെ ഒരു ജയമോൾ ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചർ പറഞ്ഞു, മനശ്ശേ, നീ ജയിക്കണമെങ്കിൽ ദൈവം ഒരു മിറക്കിൾ അയക്കണം. കർത്താവെ, അന്ന് കണ്ണുനീരിന്റെ കരച്ചിലിന്റെ നാം ആക്കം കൂട്ടാൻ തുടങ്ങി. കർത്താവെ, ഒരത്ഭുതം ചെയ്യണം, അത്ഭുതം ചെയ്യണം. ദൈവത്തോട് പ്രാർത്ഥിക്കും. ഈ കുഞ്ഞിന് മാത്സ് എന്ന് പറയുമ്പോൾ വളരെ പ്രയാസമാണ്. കർത്താവ് ഒരു അത്ഭുതം ചെയ്യണം. എന്നും ദൈവത്തോട് ദൈവസന്നിധി പ്രാർത്ഥിക്കും. അങ്ങനെ മാത്സ് 10ാം ക്ലാസ്സിൽ വന്നപ്പോൾ അവന് ഏതാണ്ട് പരാപരം മാർക്ക് മേടിച്ചു. കുഞ്ഞ് ജയിച്ചു. എന്നാൽ +1 അവൻ പറഞ്ഞു, എനിക്ക് മാത്സ് എടുത്ത് പഠിക്കണ്ട, മാത്സ് ഇല്ലാത്ത 4th ഗ്രൂപ്പ് എടുത്ത് പഠിക്കണം എന്ന് പറയും. എന്ന് ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എല്ലാ പിന്നെ സ്കൂളുകളിലും പിന്നെ ഈ ഇത് വന്നു. ഓരോ ഘട്ടമായിട്ട് പിള്ളേരെ സ്കൂളുകളിൽ അന്ന് +1 ഏകജാലകമല്ലേ. അപ്പൊ ഇങ്ങനെ വന്നപ്പം കുഞ്ഞിനെ എങ്ങും കിട്ടിയില്ല. അപ്പൊ ഇടമുറി സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത ഇടമുറി സ്കൂളില് സയൻസിന് വന്നു. ഇവന് സയൻസ് ഇഷ്ടമല്ല. പാസ്റ്റർ പറഞ്ഞു, മോനെ സയൻസേ ഉള്ളൂ, മോൻ അതെടുത്ത് പഠിക്ക്. ദൈവം അവൻ അവിടെ നിന്ന് കരയാനിടയായി. എന്ന് പറഞ്ഞാൽ മാത്സ് അറിയത്തില്ലാത്തത് കൊണ്ട്. എന്നാൽ 5000 രൂപ കൊടുത്താൽ 4th ഗ്രൂപ്പിന്റെ അഡ്മിഷൻ കിട്ടും. പക്ഷെ നമുക്ക് അന്ന് 5000 രൂപ കൊടുക്കാനുള്ള നിവർത്തിയില്ല. ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇവനെ ആ വേദന ഭാരമൊക്കെ ഉണ്ടെങ്കിലും അവൻ പോയി അടുപ്പിടെ പഠിക്കുവാനിടയായി. ഒത്തിരി പ്രയാസത്തോട് പഠിച്ചു. എന്നാൽ ആദ്യത്തെ 3 ആദ്യത്തെ +1 പഠിക്കുമ്പോൾ ആദ്യത്തെ 3 പേപ്പർ അങ്ങ് പോയി. അയ്യോ ദൈവമേ, വളരെ ഭാരത്തോടെ സങ്കടത്തോടെ വന്ന് കരയാനും. പക്ഷെ അന്ന് രാത്രി അവനോട് ദൈവം സംസാരിച്ചു, നിന്നെ +2 എടുത്ത് എനിക്ക് ജയിപ്പിക്കാൻ കഴിയും എന്ന് നീ വിശ്വസിക്കണമെന്ന്. അന്ന് അവൻ വിശ്വസിച്ചു. ഏതാണ്ട് ദൈവത്തിന് +2 നല്ല മാർക്കോട് പാസ്സായി. എന്നിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞു, ഇനി ഞാൻ മാത്സ് മാത്രമുള്ള പേപ്പറെ പഠിക്കുന്നുള്ളൂ. എന്നാൽ അവന് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് പഠിക്കാൻ വേണ്ടി ദൈവത്തിന് സ്തോത്രം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി മൂത്ത പൈതലിനെ വിടണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. എന്നാൽ അവനെ കുറിച്ച് ദൈവം ആഗ്രഹിച്ച് അവൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പഠിക്കണമെന്ന ഒത്തിരി വിശ്വാസത്തിന്റെ കഥ പറയാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. പഠിച്ച് ഒരു ലോണില്ലാതെ ദൈവം അത്ഭുതകരമായി പഠിക്കാനിടയ്ക്ക് ദൈവം അതാത് സമയത്തിൽ കണ്ണുനീർ തൂമ്പും മനസ്സിലുള്ള ദൈവം തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് ബലമുള്ള കരകളിൽ താണിരുപ്പം പറഞ്ഞ തിരുവചനം പോലെ കർത്താവ് അത്ഭുതകരമായി നടത്തി. അവനെ പഠിച്ച് ദൈവത്തിന് സ്തോത്രം ഒരു പേപ്പർ ലഭിക്കത്തില്ലെന്ന് പറഞ്ഞ ഒരു പേപ്പർ അതിലൊത്തിരി അവൻ ഭാരപ്പെട്ടു. അങ്ങനെ ദൈവം ആ പരീക്ഷയുടെ പേപ്പർ എഴുതി വന്ന് വീട്ടിൽ നിൽക്കുമ്പോൾ അവന് 2-3 ആഗ്രഹമുണ്ട്. ഞങ്ങൾ 3 പേരും അന്യഭാഷയെ നൃത്തം ചെയ്ത് ആരാധിക്കും. ഈ മൂത്ത മോനെ അഭിഷേകം പ്രാപിച്ചിട്ടില്ല. വളരെ സങ്കടം. കർത്താവേ, എന്റെ അനിയൻ 10-14 വയസ്സുള്ള അവൻ അഭിഷേകത്തിൽ ആരാധിക്കുമ്പോൾ എന്റെ എന്തെങ്കിലും തെറ്റുകൊണ്ടാണോ ഞാൻ അഭിഷേകം പ്രാപിക്കാത്തത് എന്ന ദർശനങ്ങൾ ഒത്തിരി കാണും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കൃപയാൽ ആ മെക്കാനിക്കൽ എഞ്ചിന്റെ പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഇവിടെ അടുത്ത് തുണ്ടത്തിൽ എന്ന് പറയും റാന്നിയിലെ പ്രിൻസ് പാസ്റ്റർ ഇന്ത്യ സഭ, ആ സഭയിലെ ഒരു ദിവസം വർഗീസ് എബ്രഹാം എന്ന് പറഞ്ഞ പാസ്റ്റർ വന്ന് ദൈവത്തിന് സ്തോത്രം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിപ്പാനായിട്ട് അവന്റെ ജീവിതത്തിലിടയായി. അങ്ങനെ അഭിഷേകം പ്രാപിച്ച തലമുറകളെ ദൈവം തന്നു. കർത്താവിന്റെ കൃപ എത്ര വലിയതെന്നറിയുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു, കൈയുടെ ഗ്ലാൻഡ്, ഒത്തിരി അനുഭവങ്ങൾ, ഒത്തിരി ജീവിതത്തിൽ ഒത്തിരി സാക്ഷ്യങ്ങൾ പാസ്റ്റർ ജീവിതത്തിൽ ഒക്കെ കടന്നു വന്നിട്ടുണ്ട്. രോഗങ്ങളൊക്കെ കടന്നാൽ അവിടെ എല്ലാം അത്ഭുതകരമായി വിടുവിച്ച ദൈവത്തെ മാത്രം ഉയർത്തുവാനേ എനിക്കുള്ളൂ. എന്റെ കർത്താവ് വലിയവനാ. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും ഒരു തിരുവചനം എന്നോട് ഇങ്ങനെ സംസാരിച്ചു. അതെ, ഈ രോഗത്തിന്റെ കാഠിന്യതയിലിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ അഴിഞ്ഞു പോകുന്നു തീരെ ശോധന കഴിക്കുമ്പോൾ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്നറിഞ്ഞ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ പുകഴ്ചയ്ക്കും മാനത്തിനും തേജസ്സിനും അങ്ങനെ കാണുവാൻ ഇടവരും. നമ്മുടെ ജീവിതത്തിൽ അഴിഞ്ഞു പോകുന്നു തീ ശോധന കഴിക്കുമ്പോൾ പൊന്നേക്കാൾ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാ. ലോകം പറയും. ദൈവത്തിന് ശുശ്രൂഷ എന്നോട് പലരും ഈ രോഗിയായിരിക്കുമ്പോൾ ചോദിച്ചു, നിങ്ങളൊരു പാസ്റ്റർ ഭാര്യയല്ലേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് രോഗം വന്നു? ഇല്ല, കർത്താവിന് ചിലത് നമ്മളിൽ കൂടെ തെളിയിക്കാനുണ്ട്. കർത്താവിന് ശുശ്രൂഷ നമ്മളെ കൂടെ തെളിയിക്കാനുണ്ടെങ്കിൽ നമ്മളെ ആ നിലകളിൽ കൂടെ നടത്തും. നമ്മൾ ആരാ, നമ്മുടെ ഉള്ളിൽ എന്ത് നമ്മൾ ആരാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താനാ കർത്താവ് നമ്മളെ വിളിച്ചത്. അങ്ങനെയെങ്കിൽ ദൈവമഹത്വം നമ്മൾ വെളിപ്പെടാൻ വേണ്ടി ഒരു പക്ഷേ ഒരു ശുശ്രൂഷ മറഞ്ഞു കിടക്കുകയായിരിക്കാം നമ്മുടെ ഉള്ളിൽ. ആ ശുശ്രൂഷ പുറത്തു വരാൻ വേണ്ടി നമ്മളെ ചില കഷ്ടതകൾ കൂടെ നടത്തും. ഒരു പക്ഷെ ഞാൻ അതുവരെ ദൈവത്തിന് സ്തോത്രം അങ്ങനെ സാക്ഷി പറയില്ല. പ്രാർത്ഥിക്കും, ദർശനം കാണും, വെളിപ്പാട് കാണും, പല ഭവനങ്ങളിൽ പോയി ദർശനങ്ങൾ പറയും. എന്നാൽ
ദൈവത്തിന്റെ കൃപയാൽ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനല്ല. പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നു എന്നാൽ ഞാൻ ഇപ്പോഴാണ് ഒരു സാക്ഷ്യം പറയുന്നത് എന്ന് പറഞ്ഞാൽ, സാക്ഷ്യം പറഞ്ഞ 6 വർഷം കൊണ്ട് സാക്ഷ്യം പറഞ്ഞു പറഞ്ഞാൽ അതുവരെ ദൈവത്തിന് ദർശനവും വെളിപ്പാടും തന്നാൽ ചില ഭവനങ്ങളിൽ ചെന്ന് പറയും, അതുപോലെ സംഭവിക്കും. അനർത്ഥം വരുന്നതിന് മുമ്പ് ചെന്ന് പറയും, ദൈവം അവരെ വിടിവിക്കും. അങ്ങനെ ഒരു ശുശ്രൂഷയായിരുന്നു. എന്നാൽ കർത്താവിന്റെ കൃപയാൽ ഈ രോഗത്തിന്റെ അവസ്ഥകൾ കൂടെ കടന്നുപോയ ദൈവം അതേ നിലകളിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ഇങ്ങനെ ഒരു സാക്ഷിയായി അത് ദൈവസന്നിധി പ്രിയപ്പെട്ട ഈ ജോയ്സ് ആന്റി നടത്തുന്ന ഈ ജോയ്സ് TV യിൽ കൂടെ സംസാരിപ്പാനും ദൈവം എനിക്ക് തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതിനായി പ്രിയപ്പെട്ട ഞങ്ങളുടെ ഷൈനി ആന്റിയാണ് എൻ്റെ പിന്നിൽ പ്രവർത്തിച്ചെന്നറിയാം. ദൈവത്തിന് സ്തോത്രം. പ്രിയ ആന്റിയോടും കർത്താവിന്റെ അഭിഷിക്തനോടും തലമുറകളോടും ദൈവം എല്ലാ വിധത്തിലുള്ള നന്ദി അർപ്പിക്കുന്നു. ഇതും ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരട്ടെ. ദൈവസന്നിധിയിൽ ഇങ്ങനെ ഒരു അവസരം തന്ന കർത്തദാസിയോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവസന്നിധി ഇരുന്നു കൊള്ളുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ ദാസി കർത്താവ് സഹായിക്കട്ടെ. ദേശത്തിനെയും കർത്താവ് ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസി പ്രാർത്ഥിച്ചാണ്. സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ ദൈവത്തിന് സ്തോത്രം. ഈ സന്ധ്യാസമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവെ, കോവിഡ് കാലത്ത് ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ അനേകരുടെ സാക്ഷ്യങ്ങളും ദൈവത്തിന് സ്തോത്രം, അനേകരുടെ ദൈവവചന ശുശ്രൂഷ അനുഭവങ്ങളും ഒക്കെ കേൾക്കുവാനിടെ ദൈവം തന്റെ ദാസിയുടെ മനോമുഖരത്തിൽ ദൈവം കൊടുത്ത ആലോചനയാണല്ലോ കർത്താവെ. ദൈവത്തിന് സ്തോത്രം. ഇതിൽ കൂടെ അനേകരെ രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും ഇടയാക്കണമേ. അനേകരെ ബലപ്പെടുത്തുവാൻ ദൈവമേ ഇതിൽ കൂടെ സ്വർഗം ഇടയാക്കണമേ. നിന്റെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകളെ ദൈവം ആദരിക്കണമേ. സഭയെ ദൈവം അനുഗ്രഹിക്കണമേ. അഭിഷിക്തനെ ബലപ്പെടുത്തണമേ. കർത്തൃദാസിയെ ബലപ്പെടുത്തണമേ. തലമുറകളെ ബലപ്പെടുത്തണമേ. തന്റെ ജനത്തെ അഭിഷിക്തൻ ഏൽപ്പിച്ച ദൈവസഭയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവിന്റെ സന്നിധി ഞങ്ങളെ തന്നെ താഴ്ത്തുകയാണ്. ആത്മാവിന്റെ വലിയ നിയോഗത്തോടെ ശുശ്രൂഷകൾ ചെയ്തെടുക്കുവാൻ തക്കണം പരിശുദ്ധാത്മാവ് സഹായിക്കണേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സകല തലങ്ങളിലുള്ള ശുശ്രൂഷകൾ ഈ നാളുകൾ അനേകരുടെ പുറത്തു വരുന്ന ശുശ്രൂഷകളാക്കി അവിടുന്ന് തീർക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങൾ ഞങ്ങളെ താഴ്ത്തുകയാണ്. തിരുനാമ മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. പിതാവേ, ആമേൻ. ഓക്കെ. കർത്താവിന്റെ ദാസി നമ്മളോടൊപ്പം സമയമായിരുന്നു. കർത്താവിന്റെ ദാസിക്ക് ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു. കർത്താവിന്റെ ദാസിയെ ദൈവം സഹായിക്കും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം.